വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനേ. നമ ആചാര്യപാദായ നിതായ കൃപാപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുരുഷോത്തമ മാസം നാളത്തോടുകൂടി കഴിയുകയാണ്. ഇനി 3 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലേ? അപ്പോൾ അത് നമ്മൾ കുറേയൊക്കെ എന്തൊക്കെയൊക്കെയോ ചെയ്തു, എല്ലാവരും പറ്റണ പോലെയൊക്കെ ചെയ്തു. എന്താണ് ഈ ചൗരാഷ്ടകം? നമ്മളെപ്പോഴും വായിക്കാറുണ്ട്, ആർക്കും അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ? ചൗരാഷ്ടകം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പുരുഷോത്തമ മാസത്തിൽ പാടുന്നതാണ് ചൗരാഷ്ടകം. അത് വൃന്ദാവനത്തിൽ പ്രസിദ്ധനായിട്ടുള്ളൊരു കള്ളനുണ്ട്. ആ കള്ളനെ കുറിച്ചിട്ടാണ് ചൗരാഷ്ടകത്തിൽ പറയുന്നത്. വളരെ പ്രസിദ്ധനായ ഒരു കള്ളൻ, ഒരുപാട് കാര്യങ്ങൾ കട്ടെടുക്കുന്ന ഒരു കള്ളനുണ്ട്. അതാണ് ഈ ചൗരാഷ്ടകം. വ്രജേ പ്രസീദം നവനീത ചൗരം ഗോപാംഗനാനാം ചതുകൂല ചൗരം അനേക ജന്മാചിത പാവചൗരം
ചൗരാഗ്രഗണ്യം പുരുഷം നമാമി. വൃന്ദാവനത്തില് നവനീത ചൗരൻ, നവനീതം പറഞ്ഞ എന്താ, വെണ്ണക്കള്ളെന്ന് പ്രസിദ്ധനായ ഒരാളുണ്ട്. പിന്നെ അടുത്ത് വേറൊന്ന് അപഹരിക്കുക ആള്, വെണ്ണ കട്ടെടുക്കും. പിന്നെ അടുത്ത് എന്താണ്, ഗോപാംഗനാനാം ചതകൂല ചൗരം, ഗോപികമാരുടെ വസ്ത്രം അപഹരിക്കും. രണ്ടാമത്തെ അപഹരണമാണ് അവന്റെ. അടുത്തതോ അനേക ജന്മാർജിത പാപചൗരം, തന്നെ ശരണം പ്രാപിച്ചവരുടെ അനേക ജന്മത്തിലെ പാപങ്ങൾ കട്ടെടുക്കുന്ന. അത് നല്ല കാര്യമല്ലേ, അല്ലേ, എല്ലാവർക്കും ഇഷ്ടമായി. ഇനി അങ്ങനെ പാപങ്ങളെ കവരുന്നതായിട്ടുള്ള മോഷ്ടാക്കളിൽ അഗ്രഗണ്യൻ, ചൗരാഗ്രഗണ്യൻ, ചൗരൻ പറഞ്ഞ കള്ളൻ, ചൗരന്മാരിൽ അഗ്രഗണ്യൻ, ചൗരാഗ്രണ്യം പുരുഷൻ നമാമി, ചൗരന്മാരിൽ മോഷ്ടാക്കളില് അഗ്രഗണ്യനായിട്ടുള്ള ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഫസ്റ്റ് നമ്മൾ പാടിയിട്ടാണ്. ഇങ്ങനെ ഒരു കള്ളനെ ഞാൻ പ്രണമിക്കുന്നു അല്ലെ. സാധാരണ ഒരു കള്ളനല്ല അത് അല്ലെ. എങ്ങനത്തെ കള്ളനാണ്, എല്ലാം ഒട്ടിച്ചെടുക്കും. അവസാനം നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ട് അവന്റെ സ്വന്തമാക്കി എടുക്കും അല്ലെ. നമ്മുടെ എല്ലാം കളയാൻ, നമ്മൾക്ക് ആസക്തിയുള്ളതിന് മുഴുവനും കട്ടെടുക്കും. എന്തിലൊക്കെയാണ് ആസക്തി അത് മുഴുവൻ കട്ടെടുക്കും. എന്നിട്ട് നമ്മളെ ഒറ്റയ്ക്കാക്കും. ആരും ഇല്ലാണ്ട്, ശരണമല്ലാണ്ട് നടക്കും. ഭക്തന്മാരെ കണ്ട ഭ്രാന്തന്മാരാന്ന് പറയും. എന്ന് വെച്ചാൽ അവരെ കംപ്ലീറ്റ് കട്ടെടുത്ത് അവരെ സ്വന്താക്കിയിരിക്കുകയാണ് ഭഗവാൻ ഭക്തന്മാരെ. അങ്ങനെയാണ് ഈ ഭക്തന്മാരുടെ യഥാർത്ഥ പരിശുദ്ധ ഭക്തിയിലെത്തുമ്പോൾ ഒരുതരം ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു ഭ്രാന്തന്മാരാണ് തോന്നുന്ന അവസ്ഥയിലാവും. നമ്മൾക്കിപ്പോൾ അത്ര ഭക്തിയാവാത്തതുകൊണ്ട് അങ്ങനെ തോന്നാത്തതല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനല്ലാണ്ട് വേറൊരു ഒന്നും അറിയാത്തൊരു തരം അവസ്ഥയിലാവും ഈ ഗോപിമാരൊക്കെ. അങ്ങനെയാണ്, നീല കാർമേഘം കാണുമ്പോഴേക്കും കൃഷ്ണ കൊണ്ട് മയങ്ങി വീഴണം, വേറൊന്നും ഒരു ബോധമില്ല അവർക്ക്. അങ്ങനത്തെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ കട്ടെടുത്തിട്ട് മുഴുവൻ കട്ടെടുത്തു, ഹൃദയം കട്ടെടുത്തു അല്ലേ. അടുത്തത് നോക്കാം. ഇപ്പൊ എന്തൊക്കെയാ നമ്മുടെ കട്ടത്, വെണ്ണ കെട്ടു, പിന്നെ വസ്ത്രം കെട്ടു, പിന്നെ അനേക ജന്മത്തെ നമ്മുടെ പാപം കെട്ടു. ഇനി അടുത്ത വഴി നോക്കാം. ശ്രീരാധികായ ഹൃദയസ്യ ചൗരം നവാംബുദശ്യാമളകാന്തി ചൗരം പദാശ്രിതാനാം ച സമസ്ത ചൗരം ചൗരാഗ്രഗണ്യം പുരുഷം നമാമി. ശ്രീമതി രാധാറാണിയുടെ ഹൃദയം കവർന്നു. ആ ഹൃദയം അവൻ്റെ സ്വന്തമല്ല. രാധാറാണിയുടെ ഹൃദയം കൃഷ്ണനാണ് അവിടെ മുഴുവൻ അല്ലേ. ഹൃദയം കവർന്നു. പിന്നെന്താ കവർന്നത്, നവകാർമേഘത്തിന്റെ കാന്തി കവർന്നു. കാർമേഘത്തിന്റെ വെറുതെ വിടുന്നില്ല അല്ലെ. കാർമേഘത്തിന്റെ കളർ അവൻ കട്ടെടുത്തു എന്ന് പറഞ്ഞു, സ്വന്തമാക്കിയതിനെ അല്ലെ. ആ കാർമേഘത്തിന്റെ ഒരു ഭാഗ്യയും. അടുത്തത് പിന്നെന്താണ്, പദാശ്രിതാനാച്ച സമസ്ത ചൗരം, തൃപ്പാദങ്ങൾ ആശ്രയിച്ച ആരെങ്കിലും ഉണ്ടോ, അവരെ സകല ദുരിതങ്ങളും കവരുന്നു. സകല ദുരിതങ്ങളാണ് കട്ടെടുക്കണത് ഭഗവാൻ. നമുക്ക് വരാൻ പോണ ദുരിതങ്ങളൊക്കെ ഭഗവാൻ കട്ടെടുക്കണം. നമുക്കിപ്പോ നമ്മൾ വിചാരിക്കും നാമം ജപിച്ചിട്ട് തലകുത്തി വീണല്ലോ എന്ന്. പക്ഷെ നമ്മൾ മരിക്കാനുള്ള ദിവസമായിരുന്നു ഭഗവാൻ വെറും തലകുത്തി വീണിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആ ദിവസം, ഇപ്പൊ നമ്മൾ 16 മാല ജപിച്ചു, ആ ദിവസമായിരിക്കും ചിലപ്പോൾ വഴുക്കി വീണ് തലകുത്തി വീണ്. നമ്മൾ വിചാരിക്കും 16 മാലയും ജപിച്ചു, തലകുത്തി വീണു, വല്ല ആവശ്യം. പക്ഷെ അന്നത്തെ ദിവസം നമ്മുടെ ഗ്രഹപ്പിഴ ദിവസം മരണ ദിവസമായിരുന്നു. അന്ന് ഭഗവാൻ വെറും വീഴ്ത്തി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ദുരിതങ്ങളെ കട്ടെടുക്കണം. അത് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ പണം ഒക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും അത്രയും കഷ്ടം, പണം നഷ്ടപ്പെട്ടല്ലോ എന്ന്. പക്ഷെ നമ്മുടെ ജീവന് പകരമായിരിക്കും ഭഗവാൻ പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരു കഥയുണ്ട്. ആ കഥ പറയാം. അതായത് വസ്ത്രം മോഷ്ടിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വേറൊരു കഥയല്ലേ. അത് അവരിനി അങ്ങനെ ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങനെ പറയണതാണ്. അതായത് വസ്ത്രം ഇല്ലാണ്ട് വെള്ളത്തിൽ കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതാണ് വസ്ത്രം ഇല്ലാണ്ട് പുണ്യനദികൾ കുളിക്കാൻ പാടില്ല. ഗോപിയന്മാരങ്ങനെ അർത്ഥമുണ്ട്. അതൊക്കെ ഉണ്ട്. ഭഗവാൻ ചെയ്യണൊക്കെ കറക്റ്റ്. ഭഗവാൻ മോഷ്ടാവല്ല, എല്ലാം ഭഗവാന്റെയാണ്. ഭഗവാന്റെ അല്ല, ജീവാത്മാക്കള് ഭഗവാന്റെയാണ്. ഈ ഗോപിമാര് കൃഷ്ണന്റെയാണ്, വെണ്ണ കൃഷ്ണന്റെയാണ് അല്ലെ. എന്തെങ്കിലും കൃഷ്ണന്റെ എല്ലാത്തുണ്ടോ ഭഗവാൻ കണ്ട. നമ്മൾ കേൾക്കണം നമ്മുടെ എല്ലാത്താണ്, പക്ഷെ ഭഗവാൻ കേൾക്കണൊക്കെ ഭഗവാന്റെ തന്നെയാണ്. അപ്പൊ ഇതില് ഒരു കഥ പറഞ്ഞത്, ഈ വിഷമം നമുക്ക് പലർക്കും ഈ പ്രശ്നം വരുമ്പോൾ, നാമം ജപിക്കും പ്രശ്നം വരും, ഒരു ഡൗട്ട് ഉണ്ട് ഇതെന്താ എങ്ങനെയെന്ന്. പക്ഷെ അതിന്റെ ഒരു കഥ പറഞ്ഞുതരാം. അതിൽ പലരും കേട്ടിട്ടുണ്ട്. എന്നാലും കൃഷ്ണന്റെ അമ്പലത്തില് കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഓടക്കുലൂതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവന്റെ ഹരേഷ്ണ മാതാജി, അപ്പോൾ അവന്റെ ഒരു ദാസനുണ്ട്, അതായത് ഗോവിന്ദൻ എന്ന പേര്. ഗോവിന്ദൻ എന്ന് പറഞ്ഞ ദാസൻ അവിടുത്തെ അടിച്ചു കളിക്കാരനാണ്, അടിച്ചുവാരനാണ്. പക്ഷെ ഇവന് ഭയങ്കര കൃഷ്ണ ഇവനും തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. കൃഷ്ണനോട് എപ്പോഴും സംസാരിക്കും അവൻ.
മാത്രമല്ല കൃഷ്ണൻ ഇങ്ങനെ നിൽക്കില്ലേ, കാല് കടയില്ലെന്ന് ആലോചിച്ചിട്ട് ഇവന് വിഷമമാണ്. എന്നിട്ട് കൃഷ്ണനോട് വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് കൃഷ്ണൻ തിരിച്ചു വരുമ്പോൾ കൃഷ്ണനോട് പറയും, കൃഷ്ണ നിന്റെ കാല് കടയിൽ കാണുമ്പോൾ എനിക്കൊരു വിഷമം, ഞാൻ പകരം നിൽക്കാം കുറച്ച് ദിവസം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ ചിരിച്ചിട്ട് പറഞ്ഞു, നീ നിൽക്കണമൊക്കെ കൊള്ളാം, നീ ഒന്നും മിണ്ടരുത്, അവിടെ എന്തെങ്കിലും മിണ്ടിയാ പണി പാടും, അവിടെ പലരും പലതും വന്നേ പറയും അമ്പലത്തില്, നീ മിണ്ടാതെ എന്നെ പോലെ ചിരിച്ചു നിൽക്കാന്നുണ്ടെങ്കിൽ മാത്രമേ നീ നിൽക്കാൻ പറയും. ഒക്കെ ഞാൻ സമ്മതിച്ചു. ഇവന് വേറൊന്നല്ല, കൃഷ്ണന്റെ കാല് ഇനി റെസ്റ്റ് കിട്ടട്ടെ പറഞ്ഞിട്ടാണ് മൂപ്പര് മൽപ്പിലേക്ക് ധരിച്ച് കൃഷ്ണന്റെ വേഷത്തിൽ ഈ ഗോവിന്ദൻ നല്ല ഭക്തൻ നിൽക്കും കൃഷ്ണന് പകരം. അപ്പോൾ ഒരു ദിവസം അമ്പലത്തില് ആദ്യമായിട്ട് ഒരു ബ്രാഹ്മണൻ വരികയാണ്. ആ ബ്രാഹ്മണന്റെ മകളുടെ കല്യാണം കഴിക്കാൻ ഒരു വഴിയില്ല, കഷ്ടമായിട്ട് 1 രൂപ തൊട്ടുണ്ട് ആകെ കയ്യില്, അത്രയും ദരിദ്രനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൃഷ്ണ എന്റെ മോളുടെ കല്യാണം കഴിക്കാൻ എന്തെങ്കിലും തരണേ വേണ്ട, കുണ്ടികയിൽ 1 രൂപ ഇടും, എന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അത് പോകും. അത് കഴിഞ്ഞ് വലിയൊരു പണക്കാരൻ വരികയാണ്. ആ പണക്കാരൻ വന്നിട്ട് നിറച്ച് പൈസയൊക്കെ ഇട്ടിട്ട് കുണ്ടികയിലിട്ട് വിട്ട് നമസ്കരിച്ച് ഭഗവാൻ നമസ്കരിക്കും. ഇദ്ദേഹത്തിന്റെ പേഴ്സ് താഴെ വീഴും, നിറയെ പൈസ ഉണ്ടായിരുന്നു കേട്ടോ. ഇദ്ദേഹത്തിന്റെ പേഴ്സ് താഴെ വീഴും കുനിഞ്ഞപ്പോ. ഇദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ട് അദ്ദേഹം തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഒരു കപ്പിത്താനാ വരണത് നാമം ജപിക്കാനായിട്ട്. കപ്പിത്താൻ വന്നിട്ട് നാമൊക്കെ ഭഗവാനെ നമസ്കരിച്ചിട്ട് അദ്ദേഹവും തിരിച്ചു പോകും. കപ്പിത്താൻ വരണതിന് മുമ്പ് വീണ്ടും ബ്രാഹ്മണൻ വരും കേട്ടോ, സോറി അത് പറയാൻ വിട്ടുപോയി. ഈ പണക്കാരൻ വന്ന് തിരിച്ചു പോയതിനു ശേഷം ഒരു ബ്രാഹ്മണൻ, ഈ പ്രാർത്ഥിച്ചു പോയ ബ്രാഹ്മണൻ വീണ്ടും വരും. ബ്രാഹ്മണൻ വന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പേഴ്സ് നിറയെ പൈസ. ഓ കൃഷ്ണ, നീ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ മോളുടെ കല്യാണം കഴിക്കാനായിട്ട് പൈസ തന്നാളേ എന്ന് പറഞ്ഞിട്ട് ആ പേഴ്സ് കൊടുത്തിട്ട് ആര് പോയി? ബ്രാഹ്മണൻ പോയി. അവിടെ ആരുമില്ല, കൃഷ്ണന്റെ കുണ്ടിയില കിടക്കണേ. അപ്പൊ കൃഷ്ണൻ തന്നാന്ന് വിചാരിച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് കപ്പിത്താൻ വരിക. കപ്പിത്താൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് കപ്പിത്താൻ ഇങ്ങനെ പോവാ, കപ്പിത്താൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് തൊഴുതിട്ട്. ആ സമയത്താണ് ഈ പണക്കാരന്റെ പേഴ്സ് നഷ്ടപ്പെട്ടത് അറിയണത്. തിരിച്ച പണക്കാരൻ വരണം, എന്റെ പേഴ്സ് പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ഓടി വന്ന് അല്ലേ പേഴ്സ് ഇവിടെ നോക്കാൻ നിന്നപ്പോ എന്റെ ശേഷം ഈ കപ്പിത്താനാ വന്നത്, അതുകൊണ്ട് ഇദ്ദേഹമാണ് കണ്ടിരിക്കണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ പിടിക്കാനായിട്ട് ജയിലിടാൻ പറയും, ഇദ്ദേഹത്തിനെ പിടിക്കാൻ പറയും. ഈ ഗോവിന്ദൻ ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യ. കൊണ്ടുപോയതാരാണ്? ബ്രാഹ്മണൻ. പേര് ദോഷം ആർക്കാ? കപ്പിത്താന്. ഭയങ്കര സങ്കടേ. അവസാനം വിളിച്ചു പറഞ്ഞു, നിലട്ടിട്ട് കട്ടത് ബ്രാഹ്മണനാണ്, അല്ല കൊണ്ടുപോയത് പൈസ കൊണ്ടുപോയത് ബ്രാഹ്മണനാണ്, കപ്പിത്താനിലാന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഈ കപ്പിത്താനെ ജയിലിലടച്ചു. ഇത് വിളിച്ചു പറഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന് അറിഞ്ഞില്ല. ജയിലടയ്ക്കാൻ ഉത്തരവിട്ടു. പക്ഷെ ഇത് വിളിച്ചു പറഞ്ഞപ്പോ നിവൃത്തിയില്ലാണ്ട് ആ ജയിലടക്കണം ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം, അതിലെ ചെറിയ മറന്നു പോയിട്ടതാണ്, അന്ന് വൈകുന്നേരം ഇവര് തമ്മിൽ വീണ്ടും കണ്ടുമുട്ടാണ്, ഭഗവാനും കൃഷ്ണനും. ഓ കൃഷ്ണ നിന്നെ സമ്മതിക്കണം, ഗോവിന്ദൻ പറയണം, എന്തൊക്കെ നടക്കുമ്പോ നീ മിണ്ടാണ്ട് ചിരിച്ചു നിൽക്കുക, എന്നെ കൊണ്ട് പറ്റിയില്ല, ഞാൻ പറഞ്ഞു. അപ്പൊ എന്താ ഉണ്ടായത് ചോദിക്കും. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരാൾ വന്നു, ബ്രാഹ്മണൻ വന്നൊക്കെ പറഞ്ഞപ്പോ ഭഗവാൻ നീ എന്ത് പണിയാ ചെയ്തു ഗോവിന്ദ, ആ ബ്രാഹ്മണന് പൈസ കൊടുക്കാൻ നിശ്ചയിച്ച് ഞാനാണ്, ഈ പണക്കാരന്റെ കാശ് ഈ ബ്രാഹ്മണന് കൊടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടാണ്. ഓ അങ്ങനെയാണല്ലേ, അത് സമ്മതിച്ചു. അപ്പൊ ഈ കപ്പിത്താൻ പാവം, അദ്ദേഹം ഒരു തെറ്റും ചെയ്തില്ലല്ലോ, അദ്ദേഹത്തിന് ജയിലിലടയ്ക്കാൻ നീ തീരുമാനിച്ചു പറഞ്ഞു. ഇന്നാള് കടലിൽ പോയി കഴിഞ്ഞാൽ കാളും എന്താ ആ കൊടുങ്കാറ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന്, അവന് മരണം നിശ്ചയിച്ചിരിക്കുകയാണ് ഇന്ന് കടലില്. അവന്റെ മരണത്തിന് ഞാൻ കുറച്ചിട്ട് ജയിലിലാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ജയിൽ വിഷമം അവൻ അനുഭവിച്ചോട്ടെ, മരണത്തിന് രക്ഷപ്പെടാലോ എന്നാണ് വിചാരിച്ചത്. കൃഷ്ണ നിന്റെ ചിന്തയൊക്കെ നിനക്ക് മാത്രം അറിയുള്ളൂ അല്ലെ, നീ തന്നെ അവിടെ നിന്നാ മതിയെന്ന്. നമുക്കൊന്നും അറിയില്ലല്ലോ ഭഗവാന്റെ ചിന്ത. വലിയൊരു അപകടത്തിൽ നിന്നാണ് കപ്പിത്താനെ രക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിനോ മോളുടെ കല്യാണം നടത്തി കൊടുക്കണം ഭഗവാൻ. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പൊക്കോട്ടെ ഞങ്ങളുടെ ഭഗവാൻ വിചാരിച്ചു, ഇത്ര ഉണ്ടായത്. പക്ഷെ ഗോവിന്ദൻ നിന്നപ്പോ ഇങ്ങനെ സംഭവിച്ചു. ഇതൊക്കെയാണ് ഇവിടെ നടക്കണ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കും ജപിച്ചിട്ട് വീണല്ലോ എന്ന്. പക്ഷെ മരണം നിന്നാണ് രക്ഷപ്പെടുത്തുന്നത്. ഒരുപാട് കാശ് നഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് മരണദുഃഖമോ അല്ലെങ്കിൽ വലിയ ആക്സിഡന്റ് ഒക്കെ വരാൻ വെച്ചിട്ടുള്ളതാണ് കാശായിട്ട് പോകണം നിങ്ങൾ വിചാരിക്കുക. ഭഗവാൻ നമ്മളെ രക്ഷപ്പെടുത്താണ് നാമം ജപിക്കുമ്പോൾ. അതാണ് എല്ലാത്തിനും ദുരിതങ്ങൾ കവരുകയാണെന്ന് ഭഗവാൻ. അതാണ് പറയാൻ കാരണം. തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നവരുടെ സകല ദുരിതങ്ങൾ കവർന്നവനും ചോരന്മാരിൽ അഗ്രഗണ്യനും ആയിട്ടുള്ള പരമപുരുഷനെ ഞാൻ പ്രണമിക്കുന്നു. അടുത്തത് അകിഞ്ചനീകൃത്യ പദാശ്രിതം കരോതി ഭിക്ഷും പതികേഹീനം കേനാഭി ആഹോ ഭീഷണ ചൗരീദ്രി ദൃഷ്ട്വാ ശ്രുതോ വാ ന ജഗത്രയേവി
തന്നെ ശരണം പ്രാപിക്കുന്ന ഭക്തന്മാരെ ദരിദ്രരാക്കിയും. ഇത് കേൾക്കാൻ വലിയ സുഖം തോന്നുന്നുണ്ടാവില്ല അല്ലെ? തന്നെ ശരണം പ്രാപിക്കുന്ന ഭക്തരെ ദരിദ്രരാക്കിയും ഭിക്ഷുക്കളാക്കിയും നിരാശ്രയരാക്കിയും ഭവനരഹിതരുമാക്കി. ആ ശിവൻ കണ്ടില്ലേ? ശിവൻ ആരാണ്? ഭഗവാനെ പദത്തിൽ ആശ്രയിച്ചിട്ടുള്ള ആരാണ്? ശിവഭഗവാൻ. അദ്ദേഹം ഭിക്ഷുവാണ്. അദ്ദേഹത്തിന് വീടും ഇല്ല. പാർവതി ശിവൻ എവിടെയാണ്? ഒരു മരത്തിന്റെ താഴെ. അദ്ദേഹത്തിന് ആശ്രയിക്കുന്നവർ മുഴുവൻ കോടീശ്വരന്മാരാ ശിവനെ. ശിവനും പാർവതി എവിടെ കിടക്കണത്? ഒരു മരത്തിന്റെ ചുവട്ടില് വീടും ഇല്ല അല്ലെ? യഥാർത്ഥ ഭക്തനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിരാശ്രയനാക്കി ഭിക്ഷു ആക്കി അല്ലെ? ഒരു എന്താണ് മരത്തോലും എന്താണ് പുലിത്തോലും കൊടുത്ത് നടക്കുക. പക്ഷെ ഡ്രസ്സും ഇല്ല, ഭസ്മവും പൂശി അല്ലെ? പുളിയും ഇല്ല, നനയും ഇല്ലാത്ത പാർട്ടിയാണ് ആര്? ശിവശങ്കരൻ. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. പാദത്തിൽ ആശ്രയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്നും വേണ്ട. അതാണ് ഭിക്ഷു. അദ്ദേഹത്തിന് ആശ്രയിക്കുന്നവർക്ക് കോടീശ്വരന്മാരാക്കും. ആര്? ഇതേ ശിവൻ. ശിവനൊന്നും വേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ചിരി കണ്ടല്ലോ. കൃഷ്ണ ഭഗവാന്റെ പുഞ്ചിരി കണ്ട പിന്നെ ഒന്നും വേണ്ട. അതാണ് കുറെ പേര് കാവ്യെടുത്ത് നടക്കണ. ആ പുഞ്ചിരി കണ്ട പിന്നെ ലോകത്തിലൊന്നും വേണ്ട അല്ലെ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദരിദ്രനാക്കാം. ഭക്തന്മാരെ ദരിദ്രനാക്കിയും ഭിക്ഷുക്കളാക്കി നിരാശ്രയരാക്കി ഭവനരഹിതരാക്കി എല്ലായിടത്തും അലഞ്ഞു നടക്കുവാൻ ഇടവരുത്തുന്നു. ഷഡ്ഗോസ്വാമിമാര് കണ്ടില്ലേ? അല്ലെങ്കിൽ നടക്കുക ഏ രാധേ വ്രജഗോപികേ ലളിതേ കണ്ടിങ്ങനെ നടക്കാണ് വൃന്ദാവന കാടുകളിലൊക്കെ തെരഞ്ഞിട്ട് ഈ കൃഷ്ണൻ. ഹേ നന്ദസൂനോ കുതഹ. ഈ നന്ദ മഹാരാജാവിന്റെ മകൻ എവിടെയാണെന്ന് ആലോചിച്ചിട്ട് അവര് നടക്ക. രാധേനൊക്കെ വിളിക്കണ ഹേ രാധേ ഹേ രാധേ വ്രജഗോപികേ ലളിതേ ഹേ നന്ദസൂനോ കുത. യഥാർത്ഥ ഭക്തി വരുമ്പോൾ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ഭക്തിയാണത്. ഹേ രാധേ ഹേ വ്രജഗോപികേ ലളിതേ. എവിടെയാണ് ഈ കൃഷ്ണൻ അല്ലെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അരമുറി മുണ്ട് കൊടുത്ത് ഒരു കമണ്ടലും പിടിച്ച് നടക്കാണ്. കോടീശ്വരന്മാരാണ്. ആ വീടൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നടക്കുന്നത്. ആ കഥയെന്ന് പറയുന്നുണ്ട് ദാസ് ഗോസ്വാമി. അപ്പോ അങ്ങനെ ഇടവരുത്തി അലഞ്ഞു തിരിയാൻ ഇടവരുത്തുന്നതുമായി ഇത്രയും അതിഭയങ്കരനായിട്ടുള്ള ഒരു കള്ളനെ ഇതുപോലെ ആശ്രയിക്കുന്നവരെ ഇങ്ങനെ നിരാലംബരാക്കി ഭവനരഹിതരാക്കി ദരിദ്രരാക്കി ഇങ്ങനെ അലഞ്ഞു തിരിയാൻ അല്ലെ നടത്തുന്ന ഈ വൃന്ദാവനത്തിൽ ഭിക്ഷുക്കൾ എന്താണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പലരും എന്റെ ബന്ധുക്കൾ പറയണേ ഇവർ വൃന്ദാവനം പറഞ്ഞ കൃഷ്ണന്റെ സ്ഥലം. എന്നിട്ട് ഇവരൊക്കെ ഭിക്ഷ യാചിക്കണമെന്ന്. കാരണം എന്താണ്? ഭഗവാൻ ആശ്രയിച്ചവരെ ഭിക്ഷുക്കളാക്കാണ് ഭഗവാൻ ചെയ്യണത്. അതിന്റെ അതീന്ദ്രിയമായ തലം നമുക്കറിയാണ്ട. അവർക്കൊന്നും വേണ്ട. വ്രജവാസികൾക്ക് എന്നെ അല്ലാണ്ട് ഒന്നും കിട്ടരുതെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു. എന്നെ മാത്രമേ ആശ്രയിക്കാവൂ വ്രജവാസികൾ അല്ലെ? അവർക്ക് വീടിനോടോ സ്ഥാനമാനങ്ങളോടോ അല്ലെ സൗന്ദര്യത്തിനോടോ അവരൊക്കെ ഉണ്ട്. എണ്ണം കൂടെ തേക്കാണ്ടേ പിള്ളേർ നടക്കണതൊക്കെ വ്രജവാസികള്. 1 രൂപ കിട്ടിയാലും സന്തോഷിച്ചിട്ട് നമ്മൾ 1 രൂപ കൊടുക്കണ പിച്ചപാത്രം നോക്കി അല്ലെ? നമ്മൾ വിചാരിക്കും എന്താ ഈ കൃഷ്ണന്റെ ഭക്തർ ഇങ്ങനെ ഭിക്ഷുക്കളായി നടക്കണം? എന്താ വീടില്ല? ഇവരെന്താ വഴിയിൽ കിടക്കണേ? നമ്മൾ കണ്ടില്ലേ അവര് റോഡിൽ കിടന്നു പറയണേ? അവര് ശരീരബോധം ഇല്ലാതെ കൃഷ്ണനെ ആശ്രയിച്ച് ഇങ്ങനെ ഭ്രാന്തമായിട്ട് അലഞ്ഞു തിരിയണ വലിയ മഹാഋഷിമാരാണ് ഈ. അവര് മുഴുവൻ 4 കൈയുള്ള ഗോലോകവാസി വൈകുണ്ഠവാസികളാണത്. ആർക്കും നമുക്ക് കാണാൻ പറ്റില്ല. അതീന്ദ്രിയ നിലവാരം സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലാണ് വ്രജം മുഴുവൻ. ആ സ്പിരിച്വലി എന്ന് പറയുമ്പോൾ ഭൗതിക ധനം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്ക്. സ്ഥാനമാനം, വീടിന്റെ പേര്, തറവാടിന്റെ പേര് അല്ലെ? ഞാൻ ഇന്ന ആള് ഇത് ഒരു വസ്തുവില്ല അവർക്ക്. ശരീരബോധമില്ല. ഈച്ച വന്ന് പൊതിഞ്ഞാലും ശരീരത്തിനൊരു പ്രശ്നമില്ല അവർക്ക്. കൊതുകടിച്ചാലും പ്രശ്നമില്ല. ആകാശത്ത് ഇങ്ങനെ നോക്കി കിടക്കുക, എവിടെയെങ്കിലും വിഷയിച്ച് കിട്ടുന്നത് കഴിക്കുക. നമുക്ക് തോന്നുന്നു എന്താ ഈ ഭിക്ഷക്കാരൻ നിറഞ്ഞിരിക്കണം അവിടെയെന്ന്. അവര് നമ്മൾക്ക് പറഞ്ഞ അങ്ങനെയല്ല. ഒരു ദിവസം ബെഡിൽ ഉറങ്ങില്ല നമ്മള്. നമ്മുടെ ശരീരബോധം അത്ര കണ്ടാണ്. ഫാനില്ലെങ്കിൽ അന്നത്തെ ഉറക്കം പോയി. KCBയുടെ തീത്ത പറയും നമ്മൾ വിളിച്ചിട്ട്. എന്റെ കാര്യം ഞാൻ പറയാം സത്യമായിട്ടും. നമ്മൾ ഈ നാമം ജപിക്കണോ, ഈ ക്ലാസ് ഒക്കെ എടുക്കണോ, എന്നിട്ട് ഞാൻ പറയുകയാണ് ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഉറങ്ങാൻ പറ്റണ്ടേ? അരവിന്ദ് പ്രഭു എന്നെങ്കിലും ബെറ്റർ ആട്ടോ. സുഖമായി ഉറങ്ങും. ശരീരബോധം കുറച്ചുകൂടെ കുറവാണ് എനിക്ക് തോന്നുന്നുണ്ട് ആൾക്ക്. നമ്മൾക്ക് അങ്ങനെയല്ല. ഉരുണ്ട് വരേണ്ട സുഖമല്ലാണ്ട് ആ ഫാനൊക്കെ കിട്ടി സ്വസ്ഥമായി ബെഡൊക്കെ നല്ല വിരിയില് മണമുള്ള വിരിയാണെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. നമ്മുടെ ബോഡി കോൺഷ്യസ്നസ് നമ്മൾ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ അത്രയധികം അറ്റാച്ച്ഡ് ആണ് ഭൗതിക സുഖ സൗകര്യങ്ങളോട്. അതാണ് അതിന്റെ അർത്ഥം. അവര് കല്ലിന്റെ മുകളിലും കിടന്നുറങ്ങും, പുല്ലിന്റെ മുകളിലും കിടന്നുറങ്ങും. അവരുടെ ആ ഒരു നിലവാരം നോക്ക്. നമുക്ക് ട്രെയിനിൽ AC ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല. സാധാരണ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥതയാണ് നമുക്ക്. പറയുമ്പോൾ എന്റെ കാര്യം സത്യസന്ധമായില്ല എന്റെ കാര്യം പറയണം. അപ്പൊ ഞാൻ ആലോചിക്കും എവിടെയാണ് നമ്മള് ഭക്തി? നമ്മളിത് പഠിക്കണോ, ജപിക്കണോ, സുഖ സൗകര്യത്തോടെ ജീവിക്കണോ എന്നല്ലാതെ ഭക്തി എന്ന് പറയാം. ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട് അല്ലേ? ചെരുപ്പിടാണ്ട് നടക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഭക്തിയുടെ ഒരു ലെവല് പറഞ്ഞു. ഒരു ദിവസം അന്നം കിട്ടിയില്ലെങ്കിൽ നമുക്ക്
ആലോചിച്ച് നോക്കും, ഭക്ഷണം ഇല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ നമുക്ക്? ഹരേ കൃഷ്ണ. അപ്പൊ വ്രജവാസികൾ പറഞ്ഞ വ്രജത്തിന് ആ കണ്ണിൽ നമ്മൾ കാണാം. വ്രജവാസികൾ ഭഗവാന്റെ നമുക്ക് പറയാൻ പറ്റില്ല എത്ര കണ്ട് പരിശുദ്ധരായിട്ടുള്ള മഹാഋഷിമാരാണ് വ്രജത്തിൽ വന്ന് ജനിക്കണ ഈ കുട്ടികളൊക്കെ. വ്രജത്തിലുള്ള ഈച്ച പാറ്റ അടക്കം ഈ മഹാമുനിമാരാണ് അവിടെ വന്ന് ജനിച്ചിരിക്കണേ. അവര് ഭിക്ഷാം ദൈവം നമ്മൾ വിചാരിക്കും നമ്മളെങ്കിൽ എത്രയോ താഴെയാണ് പറ്റെങ്കിൽ നമ്മുടെ അടുത്ത് ഭിക്ഷ യാചിക്കുന്നു നമ്മൾ വിചാരിക്കും. പക്ഷെ അവരുടെ നിലവാരം ഇതാണ് എന്താണ് അവരെ തന്നെ ശരണം പ്രാപിക്കുന്ന ഭക്തന്മാരെ ദരിദ്രരാക്കുക. അവർ സ്വയം ദാരിദ്ര്യം നമ്മൾ നല്ല കൊടുത്താൽ അവരത് അങ്ങനെ തന്നെയാണ്, ദരിദ്രരാകും അവരത് അങ്ങോട്ട് അവർക്കത് അറിയില്ല അങ്ങനെ ചെയ്യാനായിട്ട്. ഹരേ കൃഷ്ണ മാതാജി. പിന്നെ ഭിക്ഷുക്കളാക്കുക അല്ലെ, നിരാശ്രയരാക്കുക. ആരും ആശ്രയം ഇല്ലാണ്ട് നമ്മൾ കൃഷ്ണനെ ആശ്രയിക്കുക. ആരെങ്കിലും ദ്രൗപദി അതല്ലേ ചെയ്തത്. ദ്രൗപദിക്ക് ഭയങ്കരമായിട്ട് ആശ്രയം ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? ഭീഷ്മ പിതാമഹനുണ്ട്, ഇപ്പൊ രക്ഷിക്കുന്നു കൊണ്ട് പോയി. അപ്പം ഭീഷ്മ പിതാമഹൻ ഉണ്ടാതിരുന്നു. ഇനിയിപ്പോ ദ്രോണാചാര്യ ഉണ്ടല്ലോ, ദ്രോണാചാര്യ അടുത്ത് പോയി. അവിടെയും ഭഗവാൻ അവരെ പരമാത്മാവായിട്ട് ഭഗവാൻ തന്നെ എന്നെ ശരണം പ്രാപിക്കുന്നത് കാണിക്കാൻ പരമാത്മാവായിട്ട് അവരുടെ ഉള്ളില് ഭഗവാൻ ഓരോ ധർമ്മവും കൊടുത്ത് പിന്നെ മിണ്ടാണ്ടിരുത്തി. അവരും മിണ്ടാണ്ടിരുന്നു. ഇനി അതൊക്കെ പോട്ടെ, 5 ഭർത്താക്കന്മാരാണ്, ചില്ലറക്കാരാണ് അവര് അല്ലേ. ഭീമൻ എന്ന് പറഞ്ഞ 1000 ആനയുടെ ശക്തി പറഞ്ഞ ഭീമൻ ഒന്ന് തൊട്ട ഈ വീടൊക്കെ തൊട്ട പൊടിഞ്ഞു പോകും. അങ്ങനെയാണ് ഭീമന്റെ ശക്തി. ഭീമൻ വിചാരിച്ച് നടന്ന അതായത് നിരാശ്രയരാക്കുക. ഒരാളെ ആശ്രയിക്കാതെ എന്തിനങ്ങനെ ആക്കിയത് ഭഗവാൻ ഇവരെ മുഴുവൻ ദാസന്മാരാക്കി എന്തിനായി? മെസ്സേജ് തരാനാണ് നമുക്ക്, എന്നെ ആശ്രയിക്കണം അല്ലേ. ആ ദ്രൗപദി രക്ഷപ്പെടണമെങ്കിൽ എന്നെ 2 കൈ തൂക്കി ആശ്രയിക്കണമെന്ന്. അതാണ് ഇവിടെ നിരാശ്രയരാക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അത് ചെയ്താൽ ഭഗവാന് വേറെ പണികൾ ചെയ്യില്ല. നമ്മൾ പലരെയും ആശ്രയിച്ച് നിൽക്കാതെ നേരത്തെ സറണ്ടർ ചെയ്യാ. കൃഷ്ണ ഞാൻ നിന്നെ മാത്രം ആശ്രയിച്ചില്ല, അവരെയൊന്നും ആശ്രയിച്ചില്ലേ വിചാരിച്ച പിന്നെ നമ്മളൊന്നും കളയാൻ നിൽക്കില്ല അല്ലേ. അഭിനയം പറ്റില്ല, ഒറിജിനലായിരിക്കണം. ഇതൊക്കെ എപ്പോൾ നടക്കാനാ നമ്മുടെ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്ക്. ഒറിജിനലായിട്ട് ഹൃദയം കൊണ്ട് നമ്മൾ കൃഷ്ണനെ മാത്രം ആശ്രയിക്കുന്ന ഒരവസ്ഥ. നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ, വീട്ടുകാരെ, നാട്ടുകാരെ, ബന്ധുക്കളെ അല്ലെ എല്ലാത്തിനെയും ആശ്രയിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആശ്രയം നിർത്തി കൃഷ്ണ നീ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ ദ്രൗപദീനെ എത്തിച്ചു. എന്നിട്ട് ഭഗവാൻ സഹായിച്ചു അല്ലേ. അപ്പൊ ദ്രൗപദി പുരുഷോത്തമ മാസം എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നും പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ പുരുഷോത്തമ മാസത്തിനെ അവഗണിച്ചുകൊണ്ടാണ് ദ്രൗപദിക്ക് ഇത്രയും ദോഷം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോരനെ ത്രിലോകത്തെ എങ്ങും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന്. ഇതുപോലെ ഭക്തന്മാരെ ദരിദ്രരാക്കുക, ഭിക്ഷുക്കളാക്കുക, നിരാശരാക്കുക, വീടില്ലാണ്ടാക്കുക, എല്ലായിടത്തും അലഞ്ഞു നടക്കാനായിട്ട് അനുവദിക്കുക. അലഞ്ഞു നടന്ന ഭിക്ഷാന്തേഹികളെ പോലെ അലഞ്ഞു നടന്നു പറയണ ഇങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള ചോരനെ ഞാൻ ഈ ത്രിലോകങ്ങളിൽ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നാണ്. ഇതാരാ ഇത്? വില്ലുമംഗലം ഠാക്കൂറാണ് പറയണത്. വില്ലുമംഗലം സ്വാമിയാണ് ഈ സൗരാഷ്ട്ര കൈത്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു കള്ളനെ ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ശരിയാണല്ലേ, എല്ലാവരും ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഈ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും വിഷമമുണ്ടെന്ന് ഇഷ്ടമാണ് നമുക്ക്. ഈ പ്രശ്നം തരുമ്പോഴും ഒരു ഇഷ്ടമുണ്ടല്ലോ ഭഗവാനോട് അല്ലേ. അതിനൊരു പ്രത്യേക ഇഷ്ടമാണ്. നോക്കിക്കും ഗേഹം പതി പറഞ്ഞ ആശ്രയം, നിരാശ്രയരാക്കുക, പതി ഇല്ലാണ്ടാക്കുക, നാഥനില്ലാണ്ടാക്കുക. ഭവന ഗേഹം പറഞ്ഞ ഭവനരഹിതരാക്കുക. അതാണ് എല്ലായിടത്തും അലഞ്ഞു നടക്കാൻ അനുവദിക്കുക. അങ്ങനത്തെ ഒരു കള്ളൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇനി അടുത്ത് യദീയനാമാഭിഹരദ്യശേഷം ഗിരിപ്രസരന്നഭിപാപരാശി ആശ്ചര്യരൂപോ നനു ചൗരൈദ്രി ദൃഷ്ടാശ്രുതോ വാനമയാ കദാവി. ഏതൊരുവിന്റെ നാമം വെറുതെ ഉച്ചരിക്കുമ്പോൾ തന്നെ പർവ്വത തുല്യമായ അളവിലുള്ള പാപങ്ങൾ നശിക്കുന്നു. യദീയ നാമായി ബി ഹരതി അശേഷം ഗിരിപ്രസരൻ. ഗിരി പറഞ്ഞ എന്താ? പർവ്വത തുല്യമായിട്ടുള്ള എന്താ പറയുക പാപങ്ങൾ നശിച്ചു പോകണമെന്ന്. ഏതൊരുവിന്റെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കോടാനുകോടി ജന്മത്തിൽ ചെയ്ത പാപമാണ് അപ്പൊ തന്നെ ഹരിച്ചു പോണ്. ഈ ഹരിച്ചു പോകുമ്പോഴേ ഈ ജന്മം നമുക്ക് ഓരോത്ത് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ കംപ്ലീറ്റ് പാപങ്ങൾ ഇങ്ങനെ നശിക്കുമ്പോഴാണ് നമുക്ക് ഈ ജന്മം ലാസ്റ്റ് ജന്മാവുക. അല്ലെങ്കിൽ വീണ്ടും ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓരോരുത്തർ നല്ല സുഖമായി ജീവിക്കണോ അല്ലെ. അവരുടെ ജന്മം ലാസ്റ്റ് അല്ല, അവർക്ക് ഇനിയും കോടിക്കണക്കിന് ജന്മങ്ങൾ എടുക്കണം. നമ്മളെ പെട്ടെന്ന് ഷോർട്ടാക്കി വിടാനാണ് ഈ പ്രശ്നങ്ങൾ തരുന്നത്. കംപ്ലീറ്റ് പേടിപ്പിച്ച് നശിപ്പിച്ച് വേദനിപ്പിച്ച് ഒറ്റയടിക്ക് ഈ ജന്മത്തിൽ തന്നെ
നമ്മുടെ പല പാപങ്ങളും കട്ട് ചെയ്യണം ഭഗവാൻ. എന്നിട്ട് വേണം ഈ ജന്മം തന്നെ കൊണ്ടുപോകാൻ. അപ്പൊ നമ്മൾ എത്ര ജന്മം അടിച്ചു പോണറിയോ? അത് നമുക്ക് അറിയില്ല. പുറത്തുനിന്ന് നോക്കണവർക്കും മനസ്സിലാവില്ല ഇതെന്താ സംഭവിക്കണവർക്ക് അല്ലെ. നമുക്ക് പോലും മനസ്സിലാവില്ല ഇതെന്താ ഇത്രയും ജപിച്ചിട്ട് എന്താ ഈ സംഭവിക്കണത്. അത് നമ്മൾ ചോദിക്കുക. പുറത്തുനിന്നുള്ളവർ വിചാരിക്കും ഓ ഞങ്ങളാ ബെറ്റർ, ഇവരെന്തോ പാപം ചെയ്തുകൊണ്ട് ഇവർ അനുഭവിക്കുന്നത് അവരും വിചാരിക്കും. പക്ഷെ അവരിവിടെ കിടക്കാൻ ഉദ്ദേശിച്ചവരും നമ്മളെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. അതിനൊരു കഥയാണ്, ഒരു മുത്തശ്ശിയുടെ കഥ. ഒരു പശു മാത്രം സ്വന്തമായിട്ടുള്ള ഒരു മുത്തശ്ശിയുണ്ട്. ഭയമൊന്നും വേണ്ട, നമുക്ക് ഈ സ്നേഹമില്ല. ഇതൊക്കെ ചെയ്താലും ഈ കള്ളനെ നമുക്ക് ഇഷ്ടമാണ്. ഇതാണ് പ്രശ്നം. നമുക്ക് തന്നെ അറിയാം ഈ പ്രശ്നക്കാരൻ ഇവനാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ പ്രശ്നക്കാരെ വിടുവോ? നമ്മള് വിടൂല. ആരെങ്കിലും വിടുവോ? അതില് ഈ പ്രശ്നമൊക്കെ അനുഭവിക്കുന്ന അറിഞ്ഞാലും വിടാൻ പറ്റില്ല. ഈ ചിരിയിൽ വീണു ഭഗവാന്റെ അല്ലെ മന്ദഹാസത്തില് നമ്മൾ വീണിരിക്കുകയാണ്. ആ ഭഗവാന്റെ ആ ത്രിഭംഗ ലളിതം മൈത്രിയും ആ ഓടക്കൂലിലൊക്കെ നമ്മൾ വീണ് കഴിഞ്ഞ് നമുക്ക് ഈ ഇവനൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അത് ഉറപ്പാണ്. നിങ്ങൾ എത്ര ട്രൈ ചെയ്തല്ലേ ശ്രമിച്ചു നോക്കിക്കോ. ഇവനെ മറക്കാൻ ശ്രമിച്ചു നോക്കിക്കോ, ഇരട്ടി ഓർമ്മയായിരിക്കും. ഇവനെയൊക്കെ മറന്നിട്ട് ഞങ്ങൾ വേണ്ട ഈ സംഭവം, ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകണം വിചാരിക്കുമ്പോൾ അവിടെ ഓടക്കോല് പോയി നിൽക്കണ കാണാം അല്ലേ. ഏതെങ്കിലും അമ്പലത്തിൽ പോകണം. ഞങ്ങൾ ഈ അമ്പലമൊക്കെ വിട്ടു. ഞങ്ങൾ ശബരിമലയ്ക്ക് പോകണം വിചാരിച്ചോ. അവിടെ ചെന്നാണ്ടാവും മാല ജപിക്കുന്ന ആൾക്കാരെ കാണും, പിന്നെ ഓടക്കോലൊക്കെ കാണും. അവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവനെ കാണാൻ പറ്റില്ല. അയ്യപ്പസ്വാമീനെ അവിടെ നമുക്ക് ഈ നീല കളറിലെ വിഗ്രഹം കാണാൻ പറ്റുള്ളൂ. ഇവൻ നമ്മളെ വിട്ടു പോവില്ല, നമുക്ക് ഇവനെ വിടാനും പറ്റില്ല. അങ്ങനെയാണ് ഈ കൃഷ്ണന്റെ സ്വഭാവം. അതങ്ങനെ വരുള്ളൂ. അത് നോക്കിക്കോ നിങ്ങൾ എല്ലാവരും. എത്ര വേണമെങ്കിൽ ട്രൈ ചെയ്തോ, ഇന്ന് മുതൽ ട്രൈ ചെയ്തോ. ഞാൻ കൃഷ്ണ മറക്കണമെന്ന് ഇരട്ടി ശക്തിയോടെ ഓർമ്മ തരും അല്ലേ. ഓരോരോ മയിൽപ്പീലിയായിട്ട് അതായിട്ട് ഓടക്കൂലായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ച് പിന്നാലെ വരും. നിങ്ങൾ 3-4 സത്സംഗം മുടങ്ങി നോക്ക്. സത്സംഗത്തിൽ വരാണ്ടായി നിങ്ങൾ എരിപിരി കൊള്ളാൻ നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടും കാര്യമില്ല. നല്ല ഫുഡ് കിട്ടുന്നുണ്ടാവും, നല്ല സുഖം കിട്ടുന്നുണ്ടാവും, എല്ലാം കിട്ടുന്നുണ്ടാവും. സത്സംഗം 3-4 ആഴ്ച നിരന്തരം മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിട്ടെടുത്താലും നമ്മൾ എത്ര വേദനിപ്പിച്ചാലും ഈ കൃഷ്ണനെ വിട്ട് കളിക്കാനായിട്ട് ഈ ഭക്തർക്ക് പറ്റില്ല അല്ലെ. അത് ഭഗവാനും അറിയാം, ഭക്തർക്കും അറിയാം. അതാണ് ഏതൊരുവന്റെ നാമം വെറുതെ ഉച്ചരിക്കുമ്പോൾ തന്നെ പർവ്വത തുല്യമായ അളവിലുള്ള പാപങ്ങൾ നശിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആശ്ചര്യം, അത്ഭുതകരനായിട്ടുള്ളൊരു കള്ളനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിടത്തും കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല എന്ന്. എന്താണ് പറയാ, പർവ്വത തുല്യമുള്ള പാപം നശിപ്പിക്കുന്ന ഏതെങ്കിലും കള്ളന്മാർ നമ്മുടെ പാപം നശിപ്പിക്കും. വീട്ടിൽ വന്നിട്ട് സ്വർണം കട്ടുകൊണ്ട് പോകുന്നല്ലാണ്ട് അല്ലേ. സ്വർണം വീട്ടിലെ ധനമൊക്കെ കട്ടുകൊണ്ട് പോകുന്ന കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ പർവ്വത തുല്യമായ പാപം കക്കണ ഒരു കള്ളനെ കണ്ടിട്ടുണ്ടോ? ഇതുപോലത്തെ ഒരു കള്ളനെ ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അടുത്തൊരു ശിക്ഷ കൊടുക്കാൻ പോണ ഭക്തൻ കൃഷ്ണൻ. എന്താ നോക്കാതെ ഇനി ധനം അധിക നാമം അല്ലെ. അടുത്തത് ധനം ശമാനം ചതേന്ദ്രിയാണി പ്രാണാംശ ഹൃത്വാ മമ സർവമേവം പലായസേ കുത്ര ധൃതോദ്യചൗര ത്വം ഭക്തിദം നാശി മയാ നിരുദ്ധ. ഹേ മോഷ്ടാവേ, എൻ്റെ ധനവും മാനവും ഇന്ദ്രിയങ്ങളും പ്രാണനും ശക്തിയും കവർന്നെടുത്തു. എന്തൊക്കെയാ കവർന്നെടുത്ത്? മാനമില്ല. അപ്പൊ നാമം ജപിച്ച റോഡിലൂടെ നടക്കുക, ആരെയും കണ്ടാലും കുഴപ്പമില്ല, കണ്ടില്ലെങ്കിൽ മാനമൊക്കെ പോയി. കൃഷ്ണന് നാമമാണ് വലുതിപ്പോ. അത്രയും മാല ജപിക്കാൻ പറ്റൂലെന്ന് ആലോചിക്കണം. അപ്പൊ ആരെങ്കിലും സഞ്ചി കണ്ടാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ആരെയും തിലകം ഇട്ടാ കളിയൊക്കെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ, എനിക്ക് എന്റെ നാമം ജപിക്കണം. പലരും പറയും ഇതിന് വട്ടായി, ഭ്രാന്തായി, മാനമൊക്കെ പോയി, ധനവും പോയി, മാനവും പോയി, പിന്നെ ഇന്ദ്രിയങ്ങളും സ്വന്തമാക്കി, പ്രാണനും സ്വന്തമാക്കി. എന്റെ ഇന്ദ്രിയങ്ങളും മുഴുവൻ കാണോടെ മുഴുവൻ കൃഷ്ണൻ, ചെവി കൊണ്ടും കൃഷ്ണനെ കാണും. ഇന്ദ്രിയങ്ങളൊക്കെ സ്വന്തമാക്കി. കണ്ണുകൊണ്ട് വേറൊന്നും കാണാൻ ഇഷ്ടമില്ല, കൃഷ്ണന്റെ കാര്യങ്ങൾ കാണാനേ ഇഷ്ടമുള്ളൂ. അപ്പൊ ആ കണ്ണിനെ സ്വന്തമാക്കി അവൻ. ചെവി കൊണ്ട് കൃഷ്ണന്റെ കഥ കേൾക്കാനേ ഇഷ്ടമുള്ളൂ. വേറെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് ബോറടിക്കാം അല്ലേ. ആരെങ്കിലും ബന്ധുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ വേഗം ഫോൺ വയ്ക്കാൻ തോന്നുക. ഭക്തര് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നില്ല. ചെവി സ്വന്തമാക്കിയവൻ അല്ലേ, ഇന്ദ്രിയങ്ങളെ സ്വന്തമാക്കി. പിന്നെ വായ കൂടുതലധികം വേണ്ടാത്ത പറയാൻ നമുക്ക് ഇഷ്ടമാണല്ലോ. ഇപ്പോൾ നമുക്ക് വേഗം ഓർമ്മ വരും, അയ്യോ നാമം ജപിക്കണം, എൻ്റെ സമയം കളയരുത് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. വായ സ്വന്തമാക്കി. കഴിക്കുമ്പോഴോ പ്രസാദം അല്ലാണ്ട് വേറെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. നോണൊന്നും കഴിക്കാൻ താല്പര്യമില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ കഴിക്കുന്നുണ്ടെങ്കിലും വേദനിച്ച് കഴിക്കണം. പക്ഷേ ഒരു കഴിക്കൽ നിർത്താത്തവർക്ക് എങ്ങനെയാണ് ഒരു ഗിൽറ്റി ഫീലിംഗ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നുണ്ട് എന്നാലും തെറ്റാന്ന് ആരോ തോന്നിപ്പിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നാവ് ആൾ കവർന്നെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഭഗവാൻ അല്ലേ. നമ്മുടെ സകല ഇന്ദ്രിയങ്ങളും കവർന്നെടുത്തു അല്ലേ. ഹേ മോഷ്ടാവേ, എൻ്റെ ധനം മാനം മാനം ഇല്ല നമുക്ക്, ഇന്ദ്രിയങ്ങളെ കട്ടെടുത്തു. പ്രാണനും കഷ്ടപ്പെട്ടു. പ്രാണൻ പോണ അവസ്ഥയാണ് കൃഷ്ണനെ കിട്ടാണ്ടായ.
ഗുരുവായൂരപ്പനൊന്ന് കാണാൻ പറ്റണ 1 മാസത്തിൽ ഒരിക്കൽ പോണ ഒരാള് അത് മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണൻ നഷ്ടപ്പെട്ട പോലെയാണ് ഇരിക്കുക അല്ലേ? അത് പ്രാണനും കട്ടെടുത്തു അല്ലേ, ശക്തിയും ഒക്കെ കവർന്നെടുത്തു. അങ്ങനെയുള്ള നിന്നെ ഞാനൊരു പണി തരുന്നുണ്ട്. എന്റെ ഭക്തി ഭാഷത്തെ ഞാൻ കെട്ടി ബന്ധിച്ചു നിന്നെ എന്റെ കാരാഗ്രഹത്തില്. എന്റെ ഹൃദയമാകുന്ന തടവറയിലാണ് നിനക്ക് സ്ഥാനം അവിടെ കൃഷ്ണ. എന്റെ ഇതൊക്കെ നീ എടുത്തോല്ലോ, പക്ഷെ നിന്നെ ഞാനൊരു പണി പണിച്ചിട്ടുണ്ട്. എന്താണ്? ആരാണ് വില്യമംഗൽ ഠാക്കൂർ? നിന്നെന്താ ചെയ്യണം? ഞാൻ എന്റെ ഭക്തി ഭാഷത്താൽ ഞാൻ കെട്ടിയിടും. നീ ശരി, നീ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്താണല്ലോ. നാമം ജപിച്ച് ഭ്രാന്തമായി നാമം ജപിച്ച് ഞാൻ എന്റെ ഭക്തി കൊണ്ട് നിന്നെ ഞാൻ കെട്ടിയിടാൻ പോകുന്നത്. നീ എവിടേക്കാണ് ഓടി രക്ഷപ്പെടുക? എന്റെ ഹൃദയത്തിൽ നീ എവിടെ പോവാൻ നോക്കട്ടെ നീ എവിടേക്കാ പോവാൻ ഞാനൊന്ന് നോക്കട്ടെ. അതാണ് ഈ ഭക്തന്റെ പ്രാർത്ഥന അല്ലെ. എല്ലാം നഷ്ടപ്പെടുത്തിക്കോട്ടെ. ആർക്കൊക്കെ വീടൊക്കെ നഷ്ടമായി? വീട്, ആരോഗ്യം, പണം, മാനം, എന്തൊക്കെയാ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക് അല്ലെ. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പക്ഷെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ അവർ കെട്ടിയിട്ടിരിക്കുകയാണ് ഹൃദയത്തിൽ. അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൃഷ്ണൻ രക്ഷപ്പെടാൻ പറ്റില്ല അല്ലെ. ഈ ഭക്തന്മാരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കൃഷ്ണൻ രക്ഷപ്പെടാൻ പറ്റുമോ? അത് പറ്റില്ല. ബാക്കിയൊക്കെ അവൻ കവർന്നു, പക്ഷെ അത് പറ്റില്ല അല്ലെ. അടുത്തത് ചിനസ്തി ഘോരം യമപാശബന്ധം വിനാസ്തി ഭീമം ഭവപാശബന്ധം ചിനസ്തി സർവസ്യ സമസ്തബന്ധം നൈവാത്മനോ ഭക്ത കൃതം തു ബന്ധം. ഹേ അത് കഴിഞ്ഞ അതികഠിനമായി യമപാശബന്ധത്തിനെ മുറിച്ചു അവൻ. ഇനി യമന്മാർക്ക് തൊടാൻ പറ്റുമോ? നോക്കാൻ പറ്റുമോ ഭക്തരെ? ഈ കറുത്ത ആൾക്കാരെ കാണണം. ആർക്കെങ്കിലും ചോദിച്ചില്ലേ ഇന്നലെ? ബ്ലൂ ബോയ്സ് വേണോ ബ്ലാക്ക് ബോയ്സ് വേണോ എന്ന്? ആരാണ് അജാമളന്റെ അടുത്ത് അജാമള മരിക്കുന്ന സമയത്ത് കുറെ ബ്ലാക്ക് ബോയ്സ് വന്നു. ആ സമയത്ത് വിളിച്ചത് മകനെ ആലോചിച്ച് വിളിച്ചാണ്. എന്റെ മകൻ താഴെ ആദ്യം ചെയ്തിട്ടുണ്ട്. 10-20 വയസ്സ് വരെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഫോൾ ഡൗൺ ആയത്. പക്ഷെ നാരായണന്ന് വിളിച്ചത് മൂപ്പരല്ല, മകനെ. ആളുടെ പേര് ആളെ ഉദ്ദേശിച്ചിട്ടല്ല വിളിക്കണെങ്കിലും നമ്മളപ്പോ ഉറങ്ങി ജപിച്ചാലും വരണ്ടെന്ന് മനസ്സിലായില്ല. ആളെ ഉദ്ദേശിച്ചിട്ടൊന്നല്ല നമ്മൾ ജപിക്കണം. നമ്മൾ ജപിക്കുമ്പോ കൃഷ്ണനും ഇല്ല, ആരും ഇല്ല അല്ലെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അവന് മാല ജപിച്ച് കഴിഞ്ഞാൽ മതി. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ. 4, 5, 6 കഴിയണില്ല അല്ലെ. 16 എങ്ങനെ എത്തിക്കാൻ പറഞ്ഞിട്ട് ജപിക്കണം. കുഴപ്പമില്ല. കാരണം അജാമളനെ അവനെ ഉദ്ദേശിച്ചേ അല്ല ജപിച്ച്. എന്നിട്ട് പോലും ആ ബ്ലൂ ബോയ്സ് 4 പേര് അതിസുന്ദരന്മാരായിട്ടുള്ള ആൾക്കാരെ വന്നു അല്ലെ. അപ്പൊ ഇന്നലെ പ്രഭു ക്ലാസ് എടുക്കും. മഹാരാജ ആരാ ചോദിച്ചത്? മഹാരാജല്ല, മറ്റേ വേറൊരു പ്രഭു അല്ലേ, സുധീർ ചൈതന്യദാസ് പ്രഭു പറയണം, നിങ്ങൾക്ക് ബ്ലൂ ബോയ്സിനെ കാണണോ ബ്ലാക്ക് ബോയ്സിനെ കാണണോ എന്നാ ചോദിച്ചത് അല്ലെ. ഈ ബ്ലൂ ബോയ്സ് വരുന്നത് നമ്മളുടെ സമയത്ത് ഈ വിഷ്ണു ഭാഷിതന്മാരാണ്. അതിസുന്ദരന്മാരെ. വിഷ്ണുമാരും മുഴുവൻ ഒരേ ചായ. അതായത് വൈകുണ്ഠവാസികൾ മുഴുവനും വിഷ്ണുവിന്റെ അതേപോലെയാണ്. 4 കൈയാണ്. ചിവരനീല. അവർക്ക് ഓടക്കൂല ഉണ്ടാവില്ല, മയിൽപ്പീലി ഉണ്ടാവില്ല, കൗസ്തുഭം, ശ്രീവത്സം, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രം ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഒരുപോലെ. സ്ത്രീകളും 4 കൈയുള്ള സുന്ദരികളായിട്ടുള്ള ലക്ഷ്മി ദേവിയെ പോലെയാണ് എല്ലാ സ്ത്രീകളും പുരുഷന്മാരും. അപ്പൊ അവന്റെ പാർഷദന്മാരെ കണ്ടാലും അവനൊന്നും തോന്നുള്ളൂ വരുന്നേണ്ട. ആ 4 പേര് ഭഗവാന്റെ ഏറ്റവും വലിയ ദാസരാണ് ഈ വന്നത് അല്ലെ. അവരെ കണ്ടപ്പോ തന്നെ അത്ഭുതം തോന്നി. അജാമളൻ എന്തൊരു ഭംഗിയാ കാണാൻ അല്ലേ. അപ്പൊ നമ്മുടെ എന്താണ് യമപാശ ഗണ്ഡം, അതികഠിനമായിട്ടുള്ള യമപാശ ബന്ധത്തെ ഖണ്ഡിക്കുക. അത് ഈ എല്ലാം നഷ്ടപ്പെടുത്തിയ ഭക്തന്മാരെ ഇതും നഷ്ടപ്പെടുത്തും ഭഗവാൻ. യമപാശത്തെ കട്ട് ചെയ്യും. ബാക്കിയുള്ളവർക്ക് യമപാശമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ എല്ലാം നഷ്ടപ്പെടുത്തിയ ഭക്തന്മാരുണ്ടല്ലോ, ഈ കൃഷ്ണന് വേണ്ടിയിട്ടാണ് പലതും നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? യമപാശത്തിനെ ഖണ്ഡിക്കും അല്ലെ. യമൻ അടുത്തു കൂടെ വരാൻ പറ്റില്ല. മരണം ഉണ്ടാവും. യമലോകത്തേക്ക് പോവില്ല. അതായത് ഭൗതിക ലോകത്തേക്ക് ഈ ആത്മാവ് പോവില്ല. മരണം മീൻസ് നമ്മുടെ ആത്മാവിന് ഇനി മരണമില്ല. ആത്മാവിന് ശരീരമില്ല. ജനന മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താണ്. സത്യത്തിന് മരണമില്ല. മനസ്സിലായി? ഇനിയൊരു ശരീരം ഇല്ല, നല്ല മരണമുള്ളൂ. ഈ യമപാശത്തിന് യമന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ശിക്ഷ കിട്ടിയിട്ട് വീണ്ടും നമ്മള് വേറൊരു ഗർഭപാത്രത്തിലേക്ക് ജനിക്കണം. ഇതങ്ങനെയല്ല. നമ്മൾ ഗോലോകത്തിലേക്കാണ് പോണത്, അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക്. നാരായണനെ വിളിക്കുന്നവർ വൈകുണ്ഠത്തിലും കൃഷ്ണന്റെ പേര് വിളിക്കുന്നവര് ഗോലോകത്തിലേക്കും. രണ്ടും തിരിച്ചു വരണ്ട, 2 സ്ഥലത്ത് പോയാലും. അപ്പൊ ആ അതികഠിനമായ യമപാശ ബന്ധത്തെ ഖണ്ഡിക്കുന്നവനും പ്രാപഞ്ചിക അസ്തിത്വമാകുന്ന ഭീമപാശത്തെ മുറിക്കുന്നവനും പ്രാപഞ്ചിക അശക്തനാണ്. ഇതൊക്കെ ഖണ്ഡിച്ചോ?
പക്ഷെ ഭക്തി ഭാഷ ബന്ധം, ഭക്തിയായിട്ടുള്ള ഒരു ബന്ധമുണ്ട് കൃഷ്ണനും ഭക്തനും. ആ കയറിനെ നിനക്ക് ഖണ്ഡിക്കാൻ പറ്റില്ല എന്ന് ആര് പറയണേ? വില്യംബങ്കൽ താക്കൂർ പറയണേ. ഇതൊക്കെ നിനക്ക് ഖണ്ഡിക്കാം അല്ലേ, എന്റെ ഭൗതികത ഖണ്ഡിക്കാം, യമന്റെ പാശത്തെ ഖണ്ഡിക്കാം അല്ലേ, എല്ലാം ഖണ്ഡിക്കാം. പക്ഷെ നമ്മൾ തമ്മിലുള്ള ആ ഭക്തി പാശത്തിന് നിനക്ക് ഖണ്ഡിക്കാൻ പറ്റില്ല എന്ന് പറയണം. നീ അശക്തനാണെന്ന് പറയണം ഭഗവാനെ. നീ ഭഗവാനും പറയണ്ടല്ലോ, ഞാൻ അസ്വതന്ത്ര എന്ന് പറയണല്ലേ, ഞാൻ ഭക്തന്മാരുടെ കയ്യിലുള്ള ആളാണ് അല്ലേ. അഹം ഭക്ത പരാധീനോ, ഞാൻ ഭക്തന്മാരുടെ കയ്യിലാണ്. അസ്വതന്ത്ര, എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് കൃഷ്ണൻ പറയണം. ഞാൻ ഭക്തന്മാരുടെ കയ്യിലാണ്. എപ്പോഴാണ് നമ്മുടെ ദുർവാസാവ് മുനി അംബരീഷ് മഹാരാജാവിനെ വേദനിപ്പിക്കുമ്പോഴാണ്, അംബരീഷ് മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ ഉണ്ട് എന്താണ് സുദർശനം. ആ സുദർശനം പോയിട്ട് ഇദ്ദേഹത്തിനെ ദുർവാസാവിനെ കൊല്ലാൻ പോവാണ്. ദുർവാസാവ് എല്ലാ ലോകത്തേക്കും ഓടണം. ഓരോ ലോകത്തോട്, ശിവന്റെ ലോകത്ത് പോയി രക്ഷയില്ല, ബ്രഹ്മലോകത്ത് പോയി രക്ഷയില്ല. അവസാനം വൈകുണ്ഠത്ത് പോകുമ്പോൾ വൈകുണ്ഠനേശ്വരനെ ശരണം പ്രാപിച്ച് പറയണേ, അഹം ഭക്തപരാധീനോ അസ്വതന്ത്ര, ഞാൻ ഭക്തന്റെ അടിമയാണെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ പോയിട്ട് എന്റെ ഭക്തനെ ശരണം പ്രാപിക്കൂ എന്ന് ആര് പറഞ്ഞു? ദുർവാസാവിന്റെ. അവസാനം അംബരീഷ് മഹാരാജാവിനെ ശരണം പ്രാപിച്ചു. അംബരീഷൻ വന്ന് കെട്ടിപ്പിടിക്കുക ചെയ്യുന്നത് ഈ ദുർവാസാവിനെ. ഞാൻ ചെയ്ത ഭക്തിയിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ സുദർശനമേ നീ മാറിപ്പോകാൻ പറയും. ആര്? അംബരീഷ് മഹാരാജാവ്. അങ്ങനെയാണ് ദുർവാസാവ് രക്ഷപ്പെടുന്നത്. മനസ്സിലായ? അപ്പൊ അങ്ങനെ ആണ് ഭക്തന്റെ പാശത്തിനെ ഖണ്ഡിക്കാനായിട്ട് ആർക്ക് പറ്റില്ല? ഭഗവാനും പറ്റില്ല. രണ്ട് സ്റ്റാൻസും കൂടെ ഉള്ളു. മന്മാനസേ തമസാരാശി ഘോരേ കാരാഗൃഹേ ദുഃഖമയേ നിബന്ധ ലഭസ്വഹേ ചൗര ഹരേ ചിരായ സ്വചൗരദോഷോ ചിദമേവ ദണ്ഡം. ചോര, കള്ള വിളിക്കണേ, എന്റെ സർവസ്വം അപഹരിച്ചവനെ. പൂജാറും പോയിട്ട് നിങ്ങളങ്ങനെ വിളിച്ചോ? അവൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവനാണ് പ്രശ്നം ഉണ്ടാക്കണല്ലേ. ചോര, എന്റെ സർവസ്വം അപഹരിച്ചവനെ, നിന്നെ ഞാൻ ഇന്ന് എന്റെ അജ്ഞാനമാകുന്ന അന്ധകാരം നിന്ന് ഹൃദയ തുറങ്കിനുള്ളിൽ അടച്ചു കഴിഞ്ഞു അല്ലേ. എന്റെ ഹൃദയം ഉണ്ടല്ലോ, അതിന്റെ തുറങ്കിൽ, അങ്ങനത്തെ ഒരു ജയിലില് നിന്നെ ഞാൻ അടച്ചു കള്ള അല്ലേ. നീ എന്നെ എല്ലാം അപഹരിച്ചല്ലോ, പക്ഷെ നിന്നെ ഞാൻ എന്റെ ഹൃദയത്തിന്റെ തടവറയിൽ കെട്ടിയിട്ട് കഴിഞ്ഞു. അതിനാൽ നീ ചെയ്ത എല്ലാ മോഷണ കുറ്റങ്ങളുടെയും ശിക്ഷയായി. നീ ഇത്രയും മോഷണങ്ങൾ ചെയ്തുപോലെ എന്റെ അടുത്ത്, ഈ മോഷണ കുറ്റങ്ങളുടെ എല്ലാ ശിക്ഷയായിട്ട് യുഗങ്ങളോളം നിനക്ക് അവിടെ കഴിയേണ്ടി വരും. അവിടെ എന്റെ ഹൃദയത്തിൽ, എനിക്ക് എന്റെ ഹൃദയത്തെ പുറത്ത് കടക്കാൻ പറ്റില്ല അല്ലേ. യുഗങ്ങളോളാണ്. എന്തിനാണ്? നീ ചെയ്ത കുറ്റം എന്തൊക്കെയാണ്? എന്റെ സർവ്വതും അപഹരിച്ചു അല്ലേ. ചോര, കള്ള, മോഷണം. നീ മോഷണ കുറ്റം ചെയ്തുകൊണ്ട് ഞാൻ നിന്നെ തുറങ്കലടയ്ക്കാൻ പോവാണ്. ഏത് തുറങ്കലാണ്? എന്റെ ഹൃദയമാകുന്ന തുറങ്കലിൽ നിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് അടച്ചു വിട്ടു അല്ലേ. അടച്ചിരിക്കണം. നീ കഴിയേണ്ടി വരും കേട്ടോ അവിടെ തന്നെ എന്നാണ് അത് പറയണത്. അടുത്ത ലാസ്റ്റ് ചാൻസാ. കാരാഗൃഹേ വസ സദാ. മന്മാനസ് പാടി നമ്മള്. കാരാഗൃഹേ വസ സദാ ഹൃദയേ മദീയേ മദ്ഭക്തി പാശ ദൃഢ ബന്ധന നിശ്ചല ത്വാം കൃഷ്ണ ഹേ പ്രളയ കോടി ശതാന്തരേഭി സർവസ്യ ചൗര ഹൃദയൻ നഹി മോചയാമി. ഹേ കൃഷ്ണ, ഹൃദയൻ നഹി മോചയാമി. ഹേ കൃഷ്ണ, സർവസ്വ ചോര, എല്ലാതും കവർന്നവനെ, എന്റെ ഭക്തി പാശബന്ധനം എന്നേക്കും ദൃഢമായിരിക്കും. എന്റെ ഭക്തി കൊണ്ടുള്ള ഈ കയറുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നിന്നെ കെട്ടിയിരിക്കുന്നത്. അത് ദൃഢമായിരിക്കും, അത് പൊട്ടിച്ചു പോകാൻ നിനക്ക് പറ്റൂല. അനന്തകോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും, എത്ര കൽപ്പങ്ങൾ കഴിഞ്ഞാലും നിന്നെ ഞാൻ എന്റെ ഹൃദയ കാരാഗൃഹത്തിൽ നിന്നും അല്ലെ, എന്റെ ഭക്തി കൊണ്ടുള്ള കയറുകൊണ്ടുള്ള ബന്ധനത്തില് അല്ലെ, നിന്നെ പ്രളയകോടി ശതാന്തരേഭി, അത് അനന്തകോടി വർഷങ്ങള് കൽപ്പങ്ങൾ കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഹൃദയ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കില്ല. അതിനാൽ അങ്ങ് അവിടെ തന്നെ സദാ നിവസിച്ചാലും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ അർത്ഥം അറിഞ്ഞില്ലേ എങ്ങനെയുള്ള ഒരു ഇതാണെന്നല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ഭക്തിയാണ് ചൈതന്യ മിഷൻ എന്ന് പറയുന്നത്. അതായത് കലിയുഗത്തിൽ നമ്മൾ സാധാരണ കാണുന്ന എന്തെങ്കിലും നേടാൻ വേണ്ടിയുള്ള ഭക്തിയല്ല. ഇത് മനസ്സിലാവില്ല ഹരേകൃഷ്ണ ഭക്തി ആർക്കും പെട്ടെന്ന്. ഹരേകൃഷ്ണൻ വന്നാലും പകുതി പേർക്കും ഇത് മനസ്സിലാവില്ല അല്ലെ. ആണ് വന്നില്ല ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ഗൗരവ നിത്തായി അല്ലെ. ചൈതന്യ തുളസിക്കുട്ടി ഒരു മിനിറ്റ്, തുളസിയുടെ മൊബൈൽ ഒന്ന് തരുമോ?
തുളസി കൃഷ്ണ മൊബൈൽ ആ ഗൗരഹരി എന്നുള്ള പാട്ടൊന്ന് റെഡി ആക്കി തരണം കേട്ടോ, വേഗം പറഞ്ഞു അതൊന്ന് പറയണം നമുക്ക്. അത് കാരണം അവനെ കാല് പിടിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചൈതന്യ മഹാപ്രഭു കട്ടിയെ എല്ലാം മീൻസ് അത് ഉപയോഗിച്ചില്ല. ഹരേ രാമ എന്നാണ് വേദമന്ത്രങ്ങള്. അപ്പൊ വേദങ്ങളൊന്നും താഴ്ന്ന ജാതിക്കാർക്ക് ഉച്ചരിക്കാൻ പറ്റില്ലാണ്ട് ഇവര് പ്രശ്നം ഉണ്ടാക്കിയപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു ഞങ്ങളതിന് ഹരേ രാമ ചൊല്ലണില്ല, ഹരേ കൃഷ്ണ ഹരേ, ഞങ്ങൾ ഗോലോകത്തേക്കാ പോണേ, നിങ്ങൾ പോണ സ്ഥലത്തേക്കല്ല വേണ്ട ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് എല്ലാ ആളുകളെയും അദ്ദേഹത്തിലേക്ക് അട്രാക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെ വന്നു? ബലരാമൻ വന്നിട്ടുണ്ടായിരുന്നു നിത്യാനന്ദനായിട്ട്. അതുകൂടാതെ കൊണ്ടുപോയാ ഗജരയിലും മതി, അത് മധുരന്ന് എടുത്തു തരുമോ എനിക്ക്? ആ ഗൗരഹരിയിൽ തന്നെ എടുക്കണം കേട്ടോ, ആ സെയിം പാട്ട് തന്നെ എടുക്കണം. എടുത്തു വെച്ചോ. തുളസിക്ക് അത് അറിയുന്നു, നെറ്റൊക്കെ ഓൺ ചെയ്തു. അപ്പോ അങ്ങനത്തെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ധാരാളം ഭക്തന്മാർ ദേവലോകത്ത് നിന്ന്. നമ്മുടെ ഹനുമാൻ സ്വാമി മുരാരി ഗുപ്തയായിട്ട് വന്നു ഭക്തനായിട്ട്, നാരദ മഹർഷി ശ്രീവാസനായിട്ട് വന്നു, രാധാറാണി ഗദാധര പണ്ഡിറ്റായിട്ട് വന്നു, പിന്നെ വിഷ്ണുവിന്റെയും ശിവന്റെയും മിശ്രിതാണ് അദ്വൈതാചാര്യർ വന്നു അല്ലേ. അങ്ങനെ നിത്യാനന്ദ പ്രഭു ബലരാമൻ നിത്യാനന്ദ പ്രഭു ആയിട്ട് വന്നു. അങ്ങനെ ഭഗവാന്റെ ഗോലോകത്തിന് 6 മഞ്ജരിമാര് ഈ ഷഡ്ഗോസ്വാമിമാരായിട്ട് വന്നു. അതിലൊരാളാണ് രഘുനാഥ ദാസ ഗോസ്വാമി. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പാനിഹട്ടി മഹോത്സവം. നമ്മൾ പോയി വന്നു. ശരിക്കും പാനിഹട്ടി മഹോത്സവം എന്ന് പറയുന്നത് എപ്പോഴാണ്? അതായത് ജൂൺ 28 അല്ലേ, ജൂൺ 25 ശേഷമാണ്. എന്തായാലും ജൂൺ 25 ശേഷമാണ് പനികെട്ടി ശരിക്കും വരുന്നത്, കറക്റ്റ് ഡേറ്റ്. നമ്മൾ പക്ഷെ ഇന്നലെ അവിടെ തിരുനാവായിൽ എല്ലാവരും, കേരളത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു, ആഘോഷിച്ചു. ഇത് എന്തിനു വേണ്ടിയാണ് ഈ ഫെസ്റ്റിവൽ പറഞ്ഞ? ഒരു മഹാഭക്തന്റെ ദണ്ഡനം കൊടുക്കുക. ദണ്ഡനം പറഞ്ഞത് ഭക്തി ദണ്ഡനാണ്, നമ്മൾ വിചാരിക്കണല്ല. ദണ്ഡ് മഹോത്സവം എന്ന് പറയും, ശിക്ഷ കൊടുക്കാൻ. ശിക്ഷ പറഞ്ഞ ഒരു ഭക്തിയുടെ ശിക്ഷയാണിത്. അപ്പൊ രഘുനാഥ് ദാസ് ഗോസ്വാമി പണ്ടൊരു മഹാഭക്തൻ, നമ്മുടെ ഷഡ്ഗോസ്വാമിമാരിൽ ഒരാളാണ്. അദ്ദേഹം ജനിച്ചത് ഗോവർദ്ധൻ മജുംദാർ എന്നുള്ളൊരു മഹാജന്മി. സാധാരണ എന്നല്ല, അവര് ബോട്ടിലൊക്കെയാണ് സ്വർണ്ണ നാണയം എണ്ണ. അതായത് അവര് 3 കോടി സ്വർണ്ണ നാണയം ഗവൺമെന്റിന് ചുങ്കം അടയ്ക്കുന്നുണ്ട്, ടാക്സ്. 3 കോടി സ്വർണ്ണ നാണയം ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്ന അവരുടെ നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത പണക്കാരാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ ചെറിയ പണം തന്നെ നഷ്ടപ്പെടുമ്പോൾ വലിയത് അവരുടെ 3 കോടി ടാക്സ് അടയ്ക്കണ ഒഴിവാക്കിയിട്ടാണ് ഭക്തന്മാരായിരിക്കുന്നത്. അദ്ദേഹം ഒരേ ഒരു മോനായിട്ടാണ് ജനിച്ചത്. ആരാണ്? രഘുനാഥ് ദാസ് ഗോസ്വാമി. അതായത് പശ്ചിമ ബംഗാളിലെ പാനിഹട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന്റെ അടുത്താണ് ഇദ്ദേഹത്തിന്റെ വീട്. അവിടെ ഗോവർദ്ധൻ മജുംദാർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ചെമ്മി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഇല്ലാണ്ട് ഉണ്ടായ ഒരു കുട്ടിയാണ് ആര്? ഈ രഘുനാഥ് ദാസ് ഗോസ്വാമി. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ ജനിച്ചപ്പോൾ എല്ലാ ആഗ്രഹം കൊണ്ട്, അതായത് ഗോലോകത്തെ മഞ്ജരിയാണ്, രാധാകൃഷ്ണന്മാരുടെ മഞ്ജരിയാണ് വന്ന് ജനിച്ചത്. ഈ ഭൗതിക ലോകത്തിലെ സ്വത്ത് കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ആഗ്രഹം ഉണ്ടാവും അവർക്ക്. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ സദാ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അച്ഛൻ സമ്മതിക്കും. അച്ഛന് കാവൽക്കാരൊക്കെ ഉണ്ട്, ഗുണ്ടകളും കാവൽക്കാരും. ഗോവർദ്ധൻ മജുംദാർ വലിയ റോയൽ ഫാമിലിയാണ്. മാത്രമല്ല അവിടെ കാവൽക്കാർ ധാരാളം, വേലക്കാർ ധാരാളം, ഭടന്മാർ, സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെ ഉള്ള ഒരു വലിയ ഒരു രാജകൊട്ടാരം പോലുള്ള സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ആണെങ്കിൽ ഇടയ്ക്ക് ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് ഓടി, അച്ഛന്റെ കണ്ണ് വെട്ടിച്ച് ഓടിപ്പോകും. എത്ര 8-10 വയസ്സുള്ള കാര്യം പറഞ്ഞു. കുട്ടിയുടെ തുളസിയുടെയൊക്കെ പ്രായത്തിലേ ഓടിപ്പോണത്, അല്ലാണ്ട് നമ്മുടെ പ്രായത്തിലല്ല. ഓടിപ്പോവും. പക്ഷെ അച്ഛൻ എന്ത് ചെയ്യും? ഭടന്മാരെ വെച്ച് പിടിച്ചോണ്ടുവരും. ഇത് സ്ഥിരം പരിപാടി കേട്ടാ. അച്ഛനെ കണ്ണു വെട്ടിച്ചിട്ട് ഓടിപ്പോവും, വീണ്ടും ഭടന്മാരെ വെച്ച് പിടിച്ചോണ്ട് പോകും. ഇദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ അച്ഛനെ മതിക്കില്ല. അച്ഛനും മകൻ ഭൗതിക സുഖ സൗകര്യങ്ങളോടെ സന്തോഷമായി ജീവിക്കണം. മകനോ ഇതൊന്നും വേണ്ട, ചൈതന്യ മഹാപ്രഭുവിനെ എപ്പോ കാണുന്ന ആലോചിച്ച് ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് നടക്കാണ് ചൈതന്യ മഹാപ്രഭുവിന്. അങ്ങനെ ഒരു ദിവസം 15 വയസ്സ്, എങ്ങനെ 15 വയസ്സ് വരെ പോവുക പിടിക്കുക ഈ പരിപാടിയാണ്. 15-ാം വയസ്സായപ്പോ ഇദ്ദേഹം അറിഞ്ഞു പാനിഹട്ടി എന്നുള്ള സ്ഥലത്ത്, ശാന്തിപൂർ എന്നുള്ള സ്ഥലത്ത് നിത്യാനന്ദ പ്രഭു വന്നിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ സഹായി നിത്യാനന്ദ പ്രഭു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കണ്ടു പറഞ്ഞ എന്റെ കാര്യം നടക്കുന്നു ഇദ്ദേഹം വിചാരിക്കും. ഇദ്ദേഹത്തിന്റെ കുലഗുരുവിനോട് സമ്മതം ചോദിച്ചിട്ട് അച്ഛനോട് സമ്മതം ചോദിച്ചു, ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരാം, ഞങ്ങൾ വേറെ അങ്ങോട്ട് പോണില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹം വരുന്നത്. ആരെ? നിത്യാനന്ദ പ്രഭുവിനെ കാണുന്നത്. ഹൃദയത്തിൽ ഇങ്ങനെ ചൈതന്യന്റെ ഭക്തി ഒളിപ്പിച്ച് വെച്ചല്ലേ, കാണാനും പറ്റണില്ല. അങ്ങനെ കാരാഗ്രഹമാണ്. ഇദ്ദേഹം ഒരു കാരാഗ്രഹത്തിലാണ്, അച്ഛന്റെ തടവില്, സമ്പത്താവുന്ന തടവിലാണ്. ആര്? ഈ രഘുനാഥ് ദാസ് ഗോസ്വാമി. അദ്ദേഹം അപ്പൊ ഇങ്ങനെ ഒളിച്ചു പിടിച്ച് വരികയാണ്. ആ സമയത്ത് നിത്യാനന്ദ പ്രഭു അവിടെ പാനിഹട്ടി, ഗംഗാതീരത്താണ് ഈ പാനിഹട്ടി എന്നുള്ള സ്ഥലം. ഗംഗയുടെ തീരത്ത് ഒരു ആൽമരമുണ്ട്. അതിന്റെ ചോട്ടില്
നിത്യാനന്ദ പ്രഭു മഹാ തേജസ്വിയായിട്ട് നീല പട്ടാമ്പരമൊക്കെ ധരിച്ചിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചുറ്റും നൂറുകണക്കിന് ഭക്തന്മാർ അദ്ദേഹത്തിന്റെ ക്ലാസ് ഒക്കെ കേട്ടിരിക്കുകയാണ്. നിത്യാനന്ദ പ്രഭു ഭാഗവത്തെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഒളിച്ചു വരികയാണ് കാണാനായിട്ട് ഇങ്ങനെ അല്ലെ. അച്ഛന്റെ സമ്മതം ഉണ്ട് അല്ലെ, എന്നാലും ഇവിടെ ഇനി എന്തൊക്കെയാണ് ഒന്നും അറിയില്ല ആദ്യമായിട്ട്. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന് ആളെ കണ്ടപ്പോഴേ മനസ്സിലായി. കുറെ ഭക്തന്മാർക്ക് ആളെ അറിയാം, ഇദ്ദേഹം മഹാഭക്തനാണ്, ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഭക്തി എന്ന് അദ്ദേഹം കുറെ ഭക്തന്മാർക്ക് അറിയാം. അപ്പൊ കുറെ ഭക്തന്മാര് നിത്യാനന്ദ പ്രഭുവിനോട് പറയും, നിത്യാനന്ദ പ്രഭുവിനെ അറിയാം, അദ്ദേഹം ഭഗവാനല്ലേ. ഭഗവാനെ ഇത് മഹാഭക്തനാണ് ചൈതന്യന്റെ ഈ ഒളിച്ചു വരണ കുട്ടി. അപ്പൊ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തെ നോക്കി, ഇവിടെ കള്ളാ നീ ഇവിടെ വാന്ന് പറയും, നിനക്കൊരു ശിക്ഷ തരാൻ പോണെന്ന് പറയും. ദണ്ഡമഹോൽ, നിനക്ക് ദണ്ഡനം ഞാൻ തരാൻ പോണെന്ന് പറയും, നീ ഇവിടെ വന്നേന്ന് പറയും. അപ്പൊ എന്ത് ദണ്ഡനാണോ വിചാരിച്ചിട്ട് ഇവിടെ വന്നു നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്ത് കാൽച്ചോട്ടിൽ വന്നു ഈ രഘുനാഥദാസ് ഗോസ്വാമി. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ ആ താമര പോലുള്ള പാതകളുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ തലയില വെക്കും നിത്യാനന്ദ പ്രഭു. എല്ലാവരും വിളിച്ച് തലയിൽ വെച്ചിട്ട് അമർത്തി പിടിച്ച് നിനക്ക് ശിക്ഷ തരാൻ പോവാണ്, നീ ചൈതന്യ മഹാപ്രഭുവിനെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലേ, ഞാൻ കള്ളനാണ് നീ അല്ലേ, ചോരനാണ്, നിനക്ക് ശിക്ഷ തരാൻ പോവാണ്, എന്ത് ശിക്ഷ വേണേ തന്നോളൂ പറയും. അപ്പൊ എന്താ നിനക്ക് തരാൻ പോണ ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അല്ലെ എന്താണ്, നീ അവില്, തൈര്, വാഴപ്പഴം, പഞ്ചസാര, പാൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പലതരം ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നീ മിക്സ് ചെയ്തിട്ട് ഒരു പലഹാരം എന്ന് വെച്ചാൽ ഒരു പലഹാരം എന്താ പറയാ, ഒരു ഭോഗ അല്ലെ, ഒരു ഭക്ഷണം, അങ്ങനത്തെ ഒരു ഭക്ഷണം മിക്സ് ചെയ്തിട്ട് തൈര് കൊണ്ട് മിക്സ് ചെയ്തിട്ടും കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് മിക്സ് ചെയ്തിട്ടും 2 തരത്തിലുള്ള പലഹാരമാണ് ഉണ്ടാക്കാൻ പറയാം. ചിതാദഹി, ചിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിലും ദഹി പറഞ്ഞ തൈരും. അപ്പൊ നീ അവില് കൊണ്ട് തൈര് കൊണ്ടും അതിലെ തൈരും അവിലും പിന്നെ വാഴപ്പഴം ഒക്കെ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഒരൈറ്റവും, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, അത് മിൽക്ക് മെയ്ഡ് അല്ലേ, അതും മിൽക്ക് മെയ്ഡും പിന്നെ അവിലും പിന്നെ പഴങ്ങളും വാഴപ്പഴം പഞ്ചസാര ഉപയോഗിച്ചിട്ട് വേറൊരു ഐറ്റം, ഇങ്ങനെ ധാരാളം ഐറ്റം ഉണ്ടാക്കിയിട്ട് ഈ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാർക്ക് നീ കൊടുക്കണം എന്ന് പറയും. ഇതാണ് നിനക്കുള്ള ശിക്ഷയാണ്. സന്തോഷമാണ് ഈ ശിക്ഷ കേട്ടപ്പോ. അത്രയ്ക്കും പൈസയില്ല, എന്താ ചെയ്യണമെന്ന് അറിയാണ്ട് അവരിയ്ക്കണം അല്ലെ. അപ്പൊ വീട്ടിലേക്ക് ജോലിക്കാരെ വിട്ടു ഇദ്ദേഹം വീട്ടിലേക്ക്, ഞാൻ ചെയ്തോളാന്ന് പറയും. അങ്ങനെ ആ ഗ്രാമവാസികൾക്ക് മുഴുവൻ ഇദ്ദേഹം അവിലും പഴങ്ങളും ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ തൈരും എല്ലാം കൊണ്ടുവരും. ഈ നിത്യാനന്ദ പ്രഭു ഇരിക്കുന്ന ഗംഗാ തീരത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പ്രത്യേക തരത്തിൽ മിക്സ് ചെയ്തൊക്കെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു അവില് കൊണ്ട്. ഇതാണ് ചിതാദഹി പനിഹട്ടി മഹോത്സവത്തിന് ചെയ്യുന്ന ഈ ഐറ്റംസ്. ഇത് മുഴുവൻ ഉണ്ടാക്കി ധാരാളം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ആളുകളൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇവിടെ ഇത് കേട്ടിട്ട് അടുത്ത ഗ്രാമത്തിൽ നിന്ന് ആൾക്കാരും വന്നു. അപ്പൊ വീണ്ടും ഈ സാധനങ്ങൾ ചാക്ക് കണക്കിന് സാധനങ്ങൾ കൊണ്ടൊന്നും തികയാണ്ടായി. അടുത്ത ഗ്രാമത്തിലെ ഗ്രാമവാസികളും വന്നു. അവിടെ നിൽക്കാൻ സ്ഥലമില്ല, കുറെ പേര് ഗംഗയിൽ ഇറങ്ങിയിട്ട് നിന്നിട്ട് കഴിക്കാൻ തുടങ്ങി അല്ലെ. അങ്ങനെ കഴിച്ചപ്പോഴാണ് നിത്യാനന്ദ പ്രഭു അങ്ങനെ നിത്യാനന്ദ പ്രഭു ഓരോരുത്തരുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കും. ആ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിനെ ആവാഹിക്കും മനസ്സുകൊണ്ട്. ചൈതന്യ മഹാപ്രഭു അവിടെ വരും. പക്ഷെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. ആ പരിശുദ്ധരായിട്ടുള്ള ഭക്തന്മാർക്ക് മുഴുവൻ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പറ്റി. നിത്യാനന്ദ പ്രഭു ഓരോരുത്തരുടെ പ്ലേറ്റിൽ നിന്നും ഈ അവിലും ദഹി എടുത്തത് ചൈതന്യ മഹാപ്രഭുവിന്റെ വായിൽ വയ്ക്കും. അങ്ങനെ ഓരോരുത്തരും ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ പ്രസാദം ഓരോരുത്തർക്കും കൊടുക്കും. അങ്ങനെ നിത്യാനന്ദ പ്രഭു രഘുനാഥദാസ് ഗോസ്വാമിക്ക് ചൈതന്യ മഹാപ്രഭു കഴിച്ച പ്രസാദത്തിന്റെ ബാക്കി മുഴുവൻ വായിൽ വെച്ച് തരിക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ചിട്ട് കളിക്കുക പറയില്ല ഇവര്. ആ ഗംഗാ നദിയിലെ എല്ലാ ഭക്തന്മാരും ചൈതന്യ മഹാപ്രഭുവിന് നിത്യാനന്ദ പ്രഭുവിന് ഈ ഐറ്റംസ് കൊടുക്കുക. അവര് തിരിച്ചും വായിൽ വെച്ചിട്ട് അങ്ങനെ കളിച്ചിട്ടുള്ള ആ വെള്ളത്തിൽ കളിച്ചിട്ടുള്ള ഈ ഉത്സവമാണെന്ത് ഈ പാനിഹട്ടി. അതാണ് പാനി. അവിടെ എന്താണ് മെയിൻ ഗൗര അല്ലെ. അവരെന്തിനാ വന്ന് ഗൗരഹരി എന്തിനാ വന്ന്? എവിടെ ആ മൊബൈൽ കറക്റ്റ് ആയി മതി. ആ ഗൗരഹരി എവിടെ വെച്ചിരിക്കുന്നു? അതാ മമജി കൊടുത്ത മൊബൈല. യൂട്യൂബ് എടുക്കണം. അതായത് നമുക്ക് ഗോലോകത്ത് പോണെങ്കിൽ അത് എന്റെ മൊബൈലിൽ തന്നെ വെച്ചാലോ? അതാണ് ഹരേ കൃഷ്ണ. നമുക്ക് ഏറ്റ് പാടണേണ്ടതല്ലായിരുന്നു. ഇപ്പൊ 1 മിനിറ്റ് പറഞ്ഞ ആദ്യം മുതൽ വെക്കാം. പ്രശ്നം ഇതിലാക്കണം. അപ്പൊ നമുക്ക് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ഗൗര പറഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞ കളറിലാണ് ഭഗവാൻ. ആ സ്വർണ്ണ കളർ അല്ലെ, മോൾട്ടൺ ഗോൾഡ് പറയും, ഉരുകിയ സ്വർണ്ണത്തിന്റെ കളറാണ് ചൈതന്യ മഹാപ്രഭു. രാധാറാണിയുടെ കളറും കട്ടിട്ടാണ് വന്നിരിക്കണത്. ഹൃദയവും രാധാറാണിന്റെ കളറും രാധാറാണിന്റെ എന്നാൽ ആള് കൃഷ്ണനാണ്. അതാണ് ഏറ്റുപാടാട്ടോ. മൃദംഗം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല.
पतित पावन गौर हरि पतित पावन गौर हरि पतित पावन गौर हरि जय सच्चिदानंद गौर हरि जय सच्चिदानंद गौर हरि गौर 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 हरि गौर 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 हरि
കൃഷ്ണ. ഇത് മായപ്പൂർ കീർത്തൻ മേള എന്നുള്ളതാണ്. ഗൗരഹരി എല്ലാവരും വെച്ചോളൂ യൂട്യൂബില്. ഈ കീർത്തനം കഴിഞ്ഞ ഗുരുമഹാരാജ് വരണതും ചൈതന്യ നിത്യാനന്ദം കരഞ്ഞ് വെള്ള വിഗ്രഹത്തിന് മുഴുവൻ കണ്ണീര് വരണ കാണാം നിങ്ങൾക്ക്. ഈ കീർത്തനം മുരളി മനോഹർദാസ് എന്നാണ് പേര്. മുരളി യൂട്യൂബില് ഗൗരഹരി എന്ന് വെച്ചാൽ മതി. അപ്പൊ ഗൗരഹരി എന്നുള്ള കീർത്തനം ഈ പ്രഭു പാടുന്നത്. ഈ പ്രഭു പാടി ഭയങ്കര എക്സ്ട്രസീല പാടുന്ന ഈ പാട്ട് പകുതി ആവുമ്പോഴേക്കും ഗൗരങ്കന്റെ നിത്യാനന്ദന്റെ കണ്ണിലൂടെ ഇങ്ങനെ ശരിക്കും വിഗ്രഹത്തിന്റെ കണ്ണീര് വരുന്നത് അത് കാണിക്കേണ്ട വീഡിയോയില്. അത് കഴിഞ്ഞ് ഗുരുമഹാരാജ് വരുന്നത്. അപ്പൊ ഈ ഗൗരഹരി എന്ന് വിളിച്ചത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, ഇമ്മീഡിയറ്റ് പരിഹാരം ഗൗരങ്കൻ നിത്യാനന്ദൻ. തുളസിക്കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. കുട്ടികളില്ലാണ്ട് അവസാനം നമ്മുടെ മാതാജി നമ്മൾ കുറെ ട്രൈ ചെയ്ത് എല്ലാം നമ്മുടെ ഭാഗത്ത് ട്രൈ ചെയ്ത് നാമം ജപിക്കേണ്ടത് അല്ലേ. ദീക്ഷ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് മാതാജി ദീക്ഷ എടുക്കണമല്ലോ 1 മാസം മുമ്പ് ഒരു മാതാജി പറഞ്ഞു എന്നോട്, നിങ്ങള് ചൈതന്യം ഒരു 2 പേര് ഒരു മാല ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ എന്നുള്ള മന്ത്രം മാത്രം ജപിക്കാൻ പറഞ്ഞു 108 തവണ. ഞാനും അരവിന്ദ് പ്രഭു പൂജാ റൂമിൽ നിന്ന് ഒരു മാല ഫുള്ള് ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ചൊല്ലി. അതിന് അത് ചൊല്ലി ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് ദീക്ഷ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി. അതായത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ, ചിലവർക്ക് അത് ഇല്ലാണ്ടാവും, ചിലവർക്ക് ഉണ്ടാവും. അതൊക്കെ ഭഗവാൻ നിശ്ചയം. പക്ഷെ എന്നാലും നമ്മുടെ ഭൗതികമായിട്ടുള്ള പരിഹാരവും ആത്മീയ പരിഹാരവും ഈ കലിയുഗത്തില് ഗൗരഹരി കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഉദാഹരണം അല്ലെ. ചില വൈകുണ്ഠത്തില് കുഞ്ഞുങ്ങളില്ലേ, അത് വേറെ കാര്യം. വൈകുണ്ഠ ലോകത്തില് ലക്ഷ്മി നാരായണന്മാർക്ക് കുട്ടികൾ, അതായത് മീൻസ് ലക്ഷ്മി നാരായണൻ കുട്ടികളില്ല. അതുപോലെ അവിടുത്തെ ഹസ്ബൻഡ് വൈഫാണ് എല്ലാ ഭക്തന്മാരും. ഞങ്ങളിപ്പോ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൈകുണ്ഠ വർണ്ണന. അവിടെ എല്ലാ നാരായണ രൂപത്തിലുള്ള ഭക്തന്മാരും ലക്ഷ്മിയെ പോലുള്ള ഭാര്യമാരാണ് ഇവർക്കുള്ളത്. ഇവരിങ്ങനെ കൃഷ്ണ ഭഗവാൻ നാരായണനെ പ്രൈസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഇവർക്ക് ഇവരുടെ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും അട്രാക്ഷൻ ഇല്ല. അതായത് ഭാര്യമാര് ശരിക്കും സാക്ഷാൽ ലക്ഷ്മികളെ പോലെയാണ് അവരുടെ ഭാര്യമാര്. ഭർത്താക്കന്മാര് നാരായണനെ പോലെയാണ്. എന്നിട്ട് ഇവർക്ക് പരസ്പരം ആകർഷണമില്ല. ഈ നാരായണനെ കുറിച്ചിട്ട് നാരായണന്റെ മംഗള ഗുണങ്ങൾ പാടി നടന്നിട്ട് ഇവർക്ക് പരസ്പരം ആകർഷണമില്ല. അതുകൊണ്ട് വൈകുണ്ഠത്തിൽ കുഞ്ഞുങ്ങളില്ല എന്നാ പറയണത്. അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമല്ല. കുഞ്ഞുണ്ടെന്നും വീടുള്ളതൊന്നും ഒരു പ്രശ്നമല്ല വൈകുണ്ഠ. പക്ഷേ ഈവൻ അങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആരെ കാല പിടിക്കേണ്ടത്? ഗൗരഹരി. കലിയുഗത്തിൽ നമ്മുടെ കലിയുഗ അല്ല പതിത പാവനൻ, കലിയുഗ പാവൻ എന്നല്ലേ പറഞ്ഞത്? കലിയുഗ പാവന ഗൗരഹരിയിലെ ഗൗരഹരി ഗൗരഹരി. നമ്മുടെ വിഗ്രഹങ്ങളല്ലേ എന്നാലും കൊണ്ടുപോയത്, അതന്നെ ഗൗരഹരി. അത് ഗൗരങ്കൻ ചൈതന്യ മഹാപ്രഭുവാണ്. അതന്നെ ഗോൾഡൻ കളർ, അതിസുന്ദരനായിട്ട് ചെവിവരെ നീണ്ട കണ്ണുകളും. ഇവിടെ ഉണ്ട് മൈക്ക്. അതായത് ഉരുകിയ സ്വർണത്തിന്റെ കളറാണ് ആർക്ക്? ചൈതന്യ മഹാപ്രഭുവിന്. ചെവി വരെ നീണ്ട ഈ കണ്ണ് 500 വർഷം മുമ്പ് അവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആർക്കും ഇല്ല. അതിൽ പിങ്ക് കളറാണ് കണ്ണിന്. മുഖം, ചുണ്ടും കണ്ണും എല്ലാം പറഞ്ഞ് ശംഖ് പോലത്തെ കഴുത്തും നീണ്ട കൈകളും ഭയങ്കര ഉയരാണ് കൃഷ്ണനെ കാണാൻ ചൈതന്യ മഹാപ്രഭുവിന്. അദ്ദേഹത്തിനോട് അതേപോലെ നിത്യാനന്ദ പ്രഭു. പക്ഷെ നിത്യാനന്ദ പ്രഭു പാല് പോലത്തെ വെള്ള കളറും നീല പട്ടാമ്പരം ധരിച്ച് ഒറ്റക്കാലിൽ കടുക്കനിട്ടിട്ടാണ് നിത്യാനന്ദ പ്രഭു. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോക്കി നിന്ന് പോകും ആൾക്കാർ. അത്രയ്ക്കും ആണ് അവരുടെ ഭംഗി. ചൈതന്യ മഹാപ്രഭു മഞ്ഞ പട്ടാമ്പരം എടുത്തിട്ട് അല്ലെ, അവരുടെ കാലിൽ പാസറൊക്കെ ഇട്ടിട്ട് 2 പേരും കൊണ്ട് ഹരി ഹരി എന്ന് പറഞ്ഞിട്ട് ജപിച്ചിട്ട് റോട്ടിൽ കൂടെ ഭിക്ഷക്കാര് പോണ പോലെ ഇവർ 2 പേരും പോവാ. അവരെ പിന്നാലെ എല്ലാവരും. അങ്ങനെ ഒരു 500 വർഷം മുമ്പ് ബംഗാളില് നവദ്വീപിൽ നടന്ന കാര്യങ്ങളാണ്. ഇപ്പൊ 500 വർഷം മുമ്പ് നമ്മുടെ 4 മുത്തശ്ശന്മാരപ്പുറം. ഇത്രേ ഉള്ളൂ, അധികം ദൂരമില്ല. ദ്വാപരയുഗമൊക്കെ പറഞ്ഞാൽ 5000 വർഷം മുമ്പാണ്. പശ്ചിമ ബംഗാളില് ഗംഗാ തീരത്താണ് മായപ്പൂർ. അവിടെ പോകണം നമുക്ക് ഒരു പ്രാവശ്യം. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊന്നും കേൾക്കില്ല. ഇവിടെ വൃന്ദാവനത്തില് രാധേ രാധേ കേൾക്കണ പോലെ അവിടെ ഗൗരംഗ നിത്യാനന്ദ, അത് മാത്രമല്ല ഗൗര ഹരി 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 എന്ന് മാത്രമേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹരി ഹരി എന്ന് എല്ലാവരും വിളിക്കുള്ളൂ. അവിടെ രാധ എന്നും പറയില്ല, ഹരി ഹരി. വ്രജം വൃന്ദാവൻ രാധാറാമിന്റെ കൺട്രോളില്ല. അവിടെ രാധേ രാധേ എന്നല്ലേ പറയാം. നമുക്ക് മായപ്പൂർ പോണ ഒരു പ്രാവശ്യം. അതെ, അത് മായപ്പൂരാണ്. നമ്മുടെ ഗുരുമഹാരാജ് മായപ്പൂരാണ്. ജയവാസ്വാമി കെട്ടിയ ടെമ്പിളാണ് മായപ്പൂരുള്ളത്, ഗൗരഹരി. അപ്പൊ നമ്മളെ എല്ലാവർക്കും എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ആരെ ആദ്യം വിളിക്കേണ്ടത്? ഗൗരഹരി ഗൗരഹരി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ മന്ത്രം ജപിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് പ്രശ്നം സോൾവ് ആവും, ഉറപ്പായിട്ടും സോൾവ് ആവും. ശരിക്കും ജപിക്കാം ജയ ശ്രീകൃഷ്ണ ചൈതന്യം. ഹരേ കൃഷ്ണ. അപ്പൊ എന്നത് ക്ലാസ് നിർത്തണം.
കുറെ പേർക്കല്ലേ ഇത് നമുക്ക് അറിയാത്തൊരു സംഭവം, അത് നിഗൂഢമായൊരു ഭക്തിയാണ്. ഇത് ആടെ പുറത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ ഗുരുവായൂർ പോണോ, പല പ്രശ്നങ്ങൾ പറഞ്ഞോ, കാണണോ, ചിരിക്കണോ, കണ്ടോ, അത്രേ ഉള്ളൂ. നിഗൂഢമായൊരു ഭക്തിയെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഭക്തിയാണ് വ്രജഭക്തി. ആ വ്രജഭക്തി നമുക്ക് തരാനാണ് ആര് വന്നത്? ചൈതന്യ മഹാപ്രഭു. ഈ മഞ്ജരി ഭാവത്തില് രാധാകൃഷ്ണന്മാരെ സേവിക്കുന്ന മഞ്ജരി മകളെ പോലെ ആവാനാണ് നമ്മളോട് പറയണത് ആരെ? ചൈതന്യ മഹാപ്രഭു. അതിനെന്താണ്? ആദ്യം ആരുടെ അനുഗ്രഹം വേണം? നിത്യാനന്ദന്റെ അല്ലെ? നിത്യാനന്ദ മഹാപ്രഭു, ബൽറാമൻ ആദിഗുരു, അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്ങിലാണ് ഇപ്പൊ രഘുനാഥദാസ് ഗോസ്വാമിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കിട്ടിയത്. തീർച്ചയായിട്ടും നമുക്ക് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് കുറച്ച് ഭഗവാന്റെ ഭക്തിയൊക്കെ രസിക്കാൻ പറ്റും. പക്ഷെ ശരിക്കും നമുക്ക് ആ പ്രവേശനം ഉണ്ടാവണമെങ്കിൽ, ആ ഒരു നിഗൂഢ വ്രജത്തിലേക്ക് പ്രവേശനം ഉണ്ടാവണമെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം വേണം. ഗുരു ഗൗരവത്തായി ഇവരില്ലാതെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ കുറച്ചൊക്കെ രസിക്കാം ഭക്തി കൊണ്ട്, പക്ഷെ ശരിയായ ഗോലോകവൃന്ദത്തിലേക്ക് കയറി പറ്റണ്ടേ? ചെറിയ മിസ്റ്റേക്ക് മതി താഴോട്ട് വരാൻ, ചെറിയ മിസ്റ്റേക്ക് മതി. പക്ഷെ ഇവർ രണ്ടുപേരും നിന്ന് ഗൗരഹരി നമ്മുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ മിസ്റ്റേക്കിനെ അവരെ കത്തിച്ച് കളയും. ഗൗരഹരിയുടെ പാദങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ, ഗൗരംഗന്റെ നിത്യാനന്ദ പ്രഭുവിന്റെ പാദം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന അപരാധങ്ങള്, പ്രശ്നങ്ങൾ മുഴുവൻ അവരാണ് കളയുക ഭസ്മമാക്കിയിട്ട്. ജഗായി മതായനെ പോലും കൊണ്ടുപോയില്ലേ, നമ്മളെയൊക്കെ സുഖമായിട്ട്